ഇതേപോലെ ശബ്ദ സംവിധാനം, ഇതേപോലെ പ്രകാശപ്രളയം, അതേപോലെ തന്നെ പാട്ടുകാരുടെ മേമ്പടിയും അകമ്പടിയും, ഈ വാദിത്രങ്ങൾ കൊണ്ട് താളവിസ്മയം തീർക്കുന്ന അനുഗ്രഹീത കലാകാരന്മാരെല്ലാവരും കൂടെ ഉള്ളപ്പം യോഗം ഭയങ്കര കൊഴുപ്പാകും. താളാത്മകതയും ബഹളാത്മകതയും ഒക്കെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. പക്ഷേ ഇതൊന്നുമില്ലാതെ കണ്ടക്ഷോഭം ചെയ്ത കവലയിൽ 4 ആൾ മാത്രം കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ പൊടിക്കാറ്റടിച്ച് മഴ നനഞ്ഞ് വെയിലുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രഭാഷകരുണ്ട്. അവരോടൊക്കെ ചിലർക്ക് അവജ്ഞയും പുച്ഛവുമാണ്. 10,000 നേടാൻ പറ്റിയിട്ടുണ്ടോ, 1000 നേടാൻ പറ്റിയിട്ടുണ്ടോ എന്ന് മഹാന്മാർ ആക്ഷേപിക്കുമ്പോൾ അതുപോലെ മനോഹരമായൊരു ശുശ്രൂഷ വേറെ ഇല്ല എന്നുള്ള വസ്തുത ഞാൻ അംഗീകരിക്കുകയാണ്. പരസ്യയോഗത്തിലൂടെയാണ് കൺവെൻഷൻ വേദികളിലേക്ക് എനിക്ക് വഴി തുറക്കപ്പെട്ടത്. എൻ്റെ അപ്പൻ ഏകദാണ്ട് 60-ലധികം വർഷങ്ങൾ പരസ്യയോഗത്തിന് എഴുന്നേറ്റ് കവലയിൽ നിൽക്കുവാൻ ത്രാണിയുള്ള കാലം അത്രയും പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്ന മാന്യനായ ഒരു ആയിരുന്നു ചാക്കോ പാസ്റ്റർ. ഇന്ന് ഇമ്പങ്ങളുടെ തീരത്ത് വിശ്രമിക്കുന്ന മഹാനായ മനുഷ്യൻ. എൻ്റെ റോൾ മോഡൽ അദ്ദേഹമാണ്. എനിക്കൊരു നാരങ്ങ മുട്ടായിയൊക്കെ വാങ്ങിച്ചെന്ന് കടയുടെ തിണ്ണയിലോട്ട് പിടിച്ചിരുത്തിയിട്ട് പപ്പ പ്രസംഗിക്കുകയാണ്, അവിടെ അടങ്ങിയിരുന്നോണോ എന്നൊക്കെ പറയും. നാരങ്ങ മുട്ടായി നുണഞ്ഞുകൊണ്ട് ഞാൻ ആ കടയുടെ തിണ്ണയിലിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ വിഷയാവിഷ്കാര ഭംഗിയിലാണ്. ആനുകാലിക സംഭവങ്ങളിലൂടെ ക്രിസ്തുവേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുനരാഗമനം, അതിൻ്റെ പ്രാവചനിക നിവൃത്തിയൊക്കെ വളരെ ഗംഭീരമായ ഭാഷാശുദ്ധിയോടുകൂടെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിൽ അന്നേ തോന്നിയത് ഇതുപോലൊരു ഉപദേശിയായാൽ മതി, വേറൊന്നും ആകണ്ട. അങ്ങനെയുള്ളൊരു സ്വാധീനതയാണ് കവലയിൽ എന്നെ കൊണ്ടുവന്നത്. ഒത്തിരി കവലകൾ, കേരളത്തിൻ്റെ മിക്ക കവലകളിലും പട്ടണ പ്രാന്തങ്ങളിലും ഇടവഴിയിലും പെരുവഴിയിലും മുക്കവലകളിലും നാൽക്കവലകളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ലോകത്തിലെ എത്ര വമ്പൻ താരം അത് ആക്ഷേപമാണെന്ന് പറഞ്ഞാലും അതുപോലൊരു അഭിമാനം വേറെ ഇല്ല എന്നുറക്കെ അനുഭവം കൊണ്ട് വിശ്വസിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും. കവലകളിൽ നിൽക്കുന്നവരെ എനിക്കറിയാം. പല കർത്തൃദാസിമാരും കർത്തൃദാസന്മാരുമൊക്കെ കപ്പട മീശയും മാങ്ങ കുത്തി മടക്കി കെട്ടിയ കായലിമുണ്ടും ആകപ്പാടെ ഹാഫ് ഷർട്ടാണ്. എന്നാൽ പോലും അതിനെ പിന്നെയും ചുരുട്ടി ആ ഒരുമാതിരി ചുവന്ന കണ്ണുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അമ്പട ഞാൻ എന്നുള്ള പരുവത്തിൽ കവല നിൽക്കുന്ന ചേട്ടന്മാരുടെ മുമ്പിൽ വളരെ ശക്തമായി ദൈവവചനം വിളിച്ചു പറയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രഘോഷണത്തിലൂടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അനവധി ആളുകളെയാണ്. 10,000 1000 എന്നുള്ള കണക്കം നോക്കണ്ട. ഈ 10,000 എന്താ പ്രത്യേകത, 1000 എന്താ പ്രത്യേകത? ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയുള്ളതാണ്. നമ്മൾ ഈ കണക്കപ്പിള്ളമാരായി മാറുമ്പോഴാണ് നമുക്ക് ഈ സാമ്പത്തികത്തിൻ്റെ ദുഷ്ലാക്ക് കയറുമ്പോഴും 1000-ലേക്കും 10,000-ലേക്കൊക്കെ നമ്മൾ ജമ്പ് ചെയ്യുക. കർത്താവ് പറഞ്ഞു ഒരാത്മാവിൻ്റെ വില. ഈ വെളിപ്പാടില്ലാതെ വെളിവുകേട് പറയുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, കവലെ നിൽക്കുന്നവൻ തൻ്റെ ഇടത്തോടെ നിൽക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെയുണ്ട്. സുവിശേഷ പ്രസംഗം ഇതേപോലെ ഒരുക്കപ്പെട്ട വേദികളിൽ മാത്രമല്ല, കവലകളിലും കർത്താവ് നമ്മളെ അയച്ചിട്ടുണ്ട്. പോകുവീനെന്ന് പറഞ്ഞിട്ട് വേദികളിലേക്കല്ല വിട്ടത്. ഈ 2 പേരായിട്ട് വിട്ടതും 12 പേരെ ഒരുമിച്ച് വിട്ടതും വേദികളിലേക്കും പള്ളികളിലേക്കും വീടുകളിലേക്കൊന്നുമല്ല. പിന്നെ സുവിശേഷ വിരോധികളുടെ തീഷ്ണമായ ആക്രോശങ്ങളും ആക്രന്ദനങ്ങളുമുള്ള ഇടങ്ങളിലേക്ക് തന്നെയാണ് വിട്ടത്. തല്ലിച്ചാതച്ചിട്ടുണ്ടവരൊക്കെ. എന്നിട്ട് കർത്താവിന് വേണ്ടി മുൻപോട്ട് വീണ് ചാകണ്ട വന്നാലും അതിനുവേണ്ടി സാമർത്ഥ്യത്തോടെ സമർപ്പണത്തോടെ നിന്ന് ഒട്ടനവധി ദൈവമക്കളുണ്ട്. ഇന്നും അത് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു ഗ്രാൻഡ് സല്യൂട്ട് ഞാൻ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് കരമടിക്കുമ്പോൾ അവർക്കതൊരു പ്രചോദനവും അനുഗ്രഹവുമായി മാറട്ടെ. ആക്ഷേപിക്കുന്നവർക്ക് അവർക്ക് മീതെ ഈ ഒരു ആത്മീകമായിരിക്കുന്ന അനുഭവത്തെ ചെയ്തെടുക്കാൻ കൂടുതൽ കരുത്തോടെ പ്രിയപ്പെട്ടവർ ഇറങ്ങിയേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ ഒരുക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രമല്ല പ്രഘോഷണം ഇടവഴികളിലുണ്ട്, പെരുവഴികളിലുണ്ട്, ഗ്രാമവീഥികളിലുണ്ട്. മനസ്സിലായോ? അതുപോലെ 1,00,000 വീട് കോളനികൾക്ക് അകത്തുണ്ട്. 4 വീട് കൂടുന്നതിൻ്റെ ഇടയ്ക്ക് അവസരം കിട്ടിയാൽ കപ്പക്കാലയിലോ റബ്ബർ തോട്ടത്തിലോ എവിടെ വേണമെങ്കിലുമൊക്കെ പ്രഘോഷണം നടക്കണം. അപ്പോൾ പ്രാപണം, പിന്നെ പ്രായോഗികമാക്കുക, 3 പ്രഘോഷിക്കുക. ഇത് 3 അകതാരിൽ ഉള്ള പ്രിയപ്പെട്ടവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർക്ക് ഈ മഹത്തായ ശുശ്രൂഷ ചെയ്തേ പറ്റൂ, അവർക്ക് പാടിയേ പറ്റൂ, അവർക്ക് പറഞ്ഞേ പറ്റൂ. ഇനിയും നമുക്കുള്ള ഏറ്റവും മഹത്തായൊരു വിഷയമെന്ന് പറയുന്നത് അത്യുന്നതനായി നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് നാം ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാനായി പോകുക. നോക്കുക, ക്രൈസ്തവീകതയിൽ അനുഗ്രഹീതമായിരിക്കുന്ന 1, 2, 3, 4 ആശയങ്ങളുടെ ആഴം ഞാനൊന്ന് ബോധ്യമാക്കാം. മുഖവരയിൽ ശ്രദ്ധിച്ചോണം. ഒന്ന്, സോള ക്രിസ്റ്റോസ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. യൂത്ത്സ് ഒക്കെ ഓർത്തിരിക്കണം. സോള ക്രിസ്റ്റോസ്
ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു മാത്രം. ക്രൈസ്തവീകതയിൽ ഒരിക്കലും ഒഴിവാക്കാനും മറക്കാനും ആവാത്ത വിധമുള്ളതായിരിക്കുന്നൊരു മുദ്രാവാക്യം എന്ന നിലയിൽ അതിനെ ഹൃദയത്തിൽ ഏറ്റുകൊള്ളണം. സോളാ ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാത്രം, വേറെ ആരുമില്ല, ക്രിസ്തു മാത്രം. ഏക ദൈവമായി ക്രിസ്തു മാത്രം, ഏക കർത്താവായി ക്രിസ്തു മാത്രം, ഏക രക്ഷകനായി ക്രിസ്തു മാത്രം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഒത്തിരി ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള ദൈവമല്ല ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവിനെ പാടാൻ രാജേഷ് വാക്കമോ അതുപോലെ പീറ്ററോ ഇവിടെയുള്ള ഞങ്ങളുടെ കുഞ്ഞനുജത്തിമാർ ഇറങ്ങുമായിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ഇറങ്ങുമായിരുന്നില്ല. ഈ കേരളത്തിൻ്റെ പച്ചപ്പ് വിട്ടങ്ങ് ഒറീസയിലും ഗുജറാത്തിലേക്കൊക്കെ സുവിശേഷ വാഹിയായി പോകുമായിരുന്നില്ല. ഞങ്ങളതിനു വേണ്ടി പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഒട്ടനവധി ആക്ഷേപങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും ഞങ്ങൾ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം എന്ന വസ്തുത, ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്ന വസ്തുത, ക്രിസ്തു മാത്രമാണ് ഏക കർത്താവ് എന്ന വസ്തുത. ആ മൂന്ന് കാര്യങ്ങൾ മറക്കരുത്, അത്രയ സംഗതികൾ മറക്കരുത്. ഏക സത്യ ദൈവം ക്രിസ്തു മാത്രമാണ്, ഏക കർത്താവ് ക്രിസ്തു മാത്രമാണ്, ഏക രക്ഷകൻ ക്രിസ്തു മാത്രമാണ്. അപ്പം ദൈവം, രക്ഷകൻ, കർത്താവ്, ഈ മൂന്ന് അനുഗ്രഹീതമായിരിക്കുന്ന ഔന്നത്യങ്ങളെ തേടി വേറെങ്ങും പോകണ്ട. അത് ക്രിസ്തുവിൽ മാത്രം നാം കാണുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു മാത്രമെന്ന തത്വത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സിലായോ? ആ മൂന്ന് കാര്യം മാത്രമല്ല, ഇനി പറയുന്ന മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഏക ആരാധ്യൻ ക്രിസ്തുവാണ്, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഏക അവതാരം ക്രിസ്തുവാണ്. മറന്നു പോകരുത്. മൂന്ന് കാര്യങ്ങൾ വീതം ഞാൻ പറയുന്നത് ഹൃദയത്തിൽ ഏറ്റുകൊള്ളണം. ഏക ആരാധ്യൻ. ഒത്തിരി പേര് ഇവിടെ ആരാധ്യന്മാരായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്, ഇതിൽ കൂടുതൽ ആളുകൾ വന്നാലും കോടി ജനത മുൻപിൽ വന്നാലും അവരോടൊക്കെ പറയുവാനുള്ളതായിരിക്കുന്ന ഒരു കാര്യം, ഏക ആരാധ്യൻ ക്രിസ്തുവാണ്. ആരാധനയിൽ പിഴവ് പറ്റാൻ പാടില്ല. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ ബോധം അകത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സോളാ ക്രിസ്തോസ്, ക്രിസ്തു മാത്രം. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആകാശത്തെ ആരാധിക്കുന്നവർ, ഈ മണ്ണിനെ ആരാധിക്കുന്നവർ, കടലിനെ ആരാധിക്കുന്നവർ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ, ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കുന്നവർ, മനുഷ്യൻ ഉണ്ടാക്കിയതിനെയും സ്വയം ഉണ്ടായി വന്നതിനെയും ആരാധിക്കുന്നവരുണ്ട്. മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളെ ആരാധിക്കുന്നവരുണ്ട്. ഭൂതപ്രേത പിശാചുക്കൾ, യക്ഷിഗന്ധർവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും ആരാധ്യമായി മാറുന്ന ഒരു രാജ്യത്തിലാണ് നാം ജീവിക്കുക. അങ്ങനെ ഒരു വ്യവസ്ഥിതി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ ഇന്ന് രാത്രി സധൈര്യം നാം ഉറക്കെ പറയുന്നു, ക്രിസ്തു മാത്രം ആരാധ്യൻ. യാഹോവേ എന്ന് പറഞ്ഞാൽ യഹോഷ, ജഹോഷുവ എന്ന് പറയുന്ന ഹിബ്രു വേർഡ്, ജഹോഷുവ എന്ന് പറയുന്ന പ്രയോഗം, അതാണ് യാഹ്വേ, അതാണ് യഹോവ, അതാണ് മെസായ, അതാണ് ക്രിസ്തോസ്. ആ ക്രിസ്തു മാത്രമാണ് ആരാധ്യൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ബെത്ലഹേമിൽ തുടങ്ങി അങ്ങ് ഗോൽഗോഥായിൽ അവസാനിച്ച ഒരാളത്വമാണ് യഹോവ എന്ന് കരുതരുത്. ബെത്ലഹേമിന് മുമ്പേ നമ്മുടെ കർത്താവുണ്ട്, ഗോൽഗോഥായ്ക്ക് ശേഷവും നമ്മുടെ കർത്താവുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ബെത്ലഹേമിലെ ആരംഭവും ഗോൽഗോഥ അവസാനവും നോക്കി നിങ്ങൾ യേശുവിനെ വിലയിരുത്തരുത്. ബെത്ലഹേമിന് മുൻപേ കർത്താവുണ്ട്. എനിക്ക് മുൻപേ ഒരുത്തനുമില്ല, എനിക്ക് ശേഷം ഒരുത്തനുമില്ല. അത് ആ കർത്താവ് തന്നെ വിളിച്ചു പറയുന്നു, ഞാനല്ലാതെ രക്ഷകനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമാണ് യഹോവ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഏക സത്യ ദൈവം എന്ന് പറയുന്ന കർത്താവ് തന്നെയാണ് ആരാധ്യൻ. ആരാധിക്കേണ്ടത് ആ ദൈവത്തെയാണ്. ഈ ആകാശം അതിലുള്ള സകലത്തെയും, ഭൂമി അതിലുള്ള സകലത്തെയും, സമുദ്രം അതിലുള്ള സകലത്തെയും ഉണ്ടാക്കുകയും അതിനെ നിയന്ത്രിച്ച്, നിയോഗിച്ച്, പരിപാലിച്ച്, പരിരക്ഷിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടുന്നതെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സാക്ഷാൽ പരബ്രഹ്മം, അതാണ് യഹോവ, അതാണ് ക്രിസ്തു യേശു. അവനാണ് യഥാർത്ഥ ആരാധ്യൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ആരാധനയിൽ പിഴവ് പറ്റാൻ പാടില്ല. ആരാധനയിൽ പിഴവ് പറ്റിയാൽ ജീവിതം തന്നെ താളം തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏക ആരാധ്യനാണ് കർത്താവ്. രണ്ട്, ഏക മധ്യസ്ഥനാണ്. മനുഷ്യൻ്റെ സകല അനുഭവങ്ങളെയും അങ്ങ് സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യേണ്ടതിന് ഒത്തിരി മധ്യസ്ഥന്മാരില്ല. ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ക്രിസ്തു യേശു തന്നെയാണ്. ഏക മധ്യസ്ഥൻ. ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്, ആ കൂട്ടത്തിലൊരു മധ്യസ്ഥനാണ് യേശുവെന്ന് ധരിക്കുന്ന ക്രൈസ്തവ ജനതയുടെ അബദ്ധം തിരുത്തപ്പെടേണ്ടതാണ്. വേറെ ആരുമില്ല. രക്ഷാകർമ്മത്തിൻ്റെ സഹരക്ഷകയായിട്ടോ സഹയാത്രികരായിട്ടോ മധ്യസ്ഥ ശുശ്രൂഷയുടെ പ്രവർത്തകരായിട്ടോ വേറെ ആരുമില്ല. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ തന്നെത്താൻ മറുപടിയായി കൊടുത്ത ക്രിസ്തു യേശു
തന്നെ എന്ന പ്രയോഗം ബൈബിളിൻ്റെ ആധികാരികതയുള്ളതാണ്. അതുകൊണ്ട് ഏക മധ്യസ്ഥനാണ് ക്രിസ്തു എന്നറിയണം, ഏക അവതാരമാണ് ക്രിസ്തു എന്നും കൂടി അറിയണം. അതാണ് ക്രിസ്റ്റോസ് എന്ന് ഞങ്ങൾ പറയുന്നത്, സോള ക്രിസ്റ്റോസ്, ഏക അവതാരം എന്ന് പറയാൻ കാരണം യേശു മാത്രമാണ് ജീവൻ തരേണ്ടതിന്, സമർത്ഥിയായി ജീവൻ തരേണ്ടതിന്, രക്ഷിക്കേണ്ടതിന്, വീണ്ടെടുക്കേണ്ടതിന്, മുക്തി, മോക്ഷം, സായുജ്യം, ശാന്തി, സമാധാനം, വിടുതൽ, വീണ്ടെടുപ്പാതിയായ സകലതും നമുക്ക് ദാനമായി 5 നയ പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ, മല കയറിയോ കുന്നിറങ്ങിയോ പുഴ താണ്ടിയോ കടൽ നീന്തിയോ, ദേഹം മുറിച്ച് രക്തമർപ്പണം ചെയ്തോ, പോക്കറ്റിൽ നിന്ന് ധനം വാരിയെറിഞ്ഞോ, വായിൽ നിന്ന് സഹസ്രകോടി സ്തോത്രാർപ്പണങ്ങൾ നടത്തിയോ അല്ലതൊന്നും പ്രാപിക്കേണ്ടത് വിശ്വസിക്കുന്നവന് തികച്ചും സൗജന്യമായി തൻ്റെ രക്തം മൂലമുള്ള പാപമോചനം ലഭിക്കുന്ന ആ ഒരു വ്യവസ്ഥിതി നമുക്ക് നൽകി തന്ന ഒരേ ഒരുവൻ, അതാണ് യഥാർത്ഥ അവതാരം. ഹല്ലേലൂയ. അതിനുവേണ്ടി ആ കർത്താവ് ഇവിടെ വന്നത്. ഒരു മതം സ്ഥാപിക്കാൻ, ഇസം സ്ഥാപിക്കാൻ, ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടാക്കുവാൻ, ഒരു രാഷ്ട്രീയ മീമാംസ പുതുതായിട്ട് എഴുതി ഉണ്ടാക്കുവാൻ, തൻ്റെ പിന്നാലെ കുറെ പിണിയാളുകളെ കൂട്ടിക്കൊണ്ട് ഇവിടെ സമരസന്നാഹങ്ങൾ ഉണ്ടാക്കാൻ, തൻ്റെ പേരിലൊരു മതമുണ്ടാക്കാനൊന്നുമല്ല യേശു ഇവിടെ അവതരിച്ചത്. യേശു അവതരിച്ചത് സൗജന്യമായി നമുക്ക് പാപമോചനം തരാൻ. 1, 2, 3, 4 കാര്യങ്ങൾ ഞാൻ അക്കമിട്ടെന്ന് പറയാം. ഒന്നാമത്തേത് സൗജന്യമായി പാപമോചനം തരാൻ. അപ്പോസ്തലപ്രവൃത്തി 10:43 വാക്യം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:15 വാക്യം, 3:36 വാക്യം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പാപമോചനം സൗജന്യമാണ്, നിത്യജീവൻ സൗജന്യമാണ്. അതുപോലെ തന്നെ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം സൗജന്യമാണ്. കണ്ടോ, നീതീകരണം. ഗലാത്യലേഖനം 3-ാം അധ്യായം 26-ാമത് വാക്യം, യേശുവിൽ വിശ്വസിക്കുന്നവന് പുത്രത്വം പ്രാപിപ്പാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ പുത്രനായിട്ട് അവനെ മാറ്റുന്നു. ഇതൊക്കെ സാധ്യമാക്കേണ്ടതിനാണ് യേശുവിൻ്റെ അവതാരം. മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ച്. ഞാൻ പറഞ്ഞ ഈ 6 കാര്യം മറക്കല്ലേ പ്രിയരെ, ആരും മറക്കരുത്. ആനപ്പാറയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആരും മറക്കരുത്. താങ്കളുടെ മതം വ്യത്യസ്തമാകാം, പക്ഷേ യേശു മതത്തിന് അധീനനല്ല, മതത്തിന് അതീതമാണ്. യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ ആലോചനകളും പഠിപ്പിക്കലുകളും യേശുവിൻ്റെ ഉപദേശ സത്യങ്ങളും സമാനതകളില്ലാത്ത വിധം എല്ലാറ്റിനും അതീതമായി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് താങ്കൾ നിഷ്പക്ഷമായി കേൾക്കണം. ഒരു മതത്തിൻ്റെ ഫ്രെയിമിലോ, ഒരു സംഘടനയുടെ ഫ്രെയിമിലോ, ഒരു സാമുദായിക സഭയുടെ ഫ്രെയിമിലോ നിൽക്കാതെ സ്വതന്ത്രമായ ചിന്തയോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഈ 6 കാര്യങ്ങൾ താങ്കൾക്ക് ബോധ്യമാകും. ഏക സത്യദൈവം ക്രിസ്തുവാണ്, ഏക രക്ഷകൻ ക്രിസ്തുവാണ്, ഏക കർത്താവ് ക്രിസ്തുവാണ്, ഏക ആരാധ്യൻ ക്രിസ്തുവാണ്, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്, ഏക അവതാരം ക്രിസ്തുവാണ്. 6 കാര്യങ്ങളെ നിരുപാധികം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഉൾത്തടത്തിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന മുദ്രാവാക്യമാണ് ക്രിസ്തു മാത്രമെന്നുള്ളത്. അതിന് ആമേൻ പറയാൻ കഴിയുന്നവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു 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 എന്നുള്ള ആ അനുഗ്രഹിതമായ മന്ത്രണം ഹൃത്തടത്തിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന അനുഗ്രഹിതമായ ആവേശമാണ്. നമ്മുടെ ആശയും നമ്മുടെ ആവേശവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഞാൻ സോള ക്രിസ്റ്റോസ് എന്ന പ്രയോഗം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് മറക്കരുത്. ഹല്ലേലൂയ. അടുത്തത് കേൾക്കണോ? സോള സ്ക്രിപ്ചുറ എന്നൊരു പ്രയോഗമുണ്ട്. സോള സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തിരുവചനം മാത്രം, തിരുവചനം മാത്രം, വേറൊരു സാഹിത്യവുമല്ല, വേറൊരു പ്രത്യയശാസ്ത്രവും, വേറൊരു വേദചിന്തയും, വേറൊരു ദാർശനിക പ്രബോധനവുമല്ല, ദൈവത്തിൻ്റെ സനാതന വചനം മാത്രം. ഇവിടെ മാറ്റമറിച്ചിലുകൾക്ക് വിധേയമാണല്ല. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റമുണ്ട്. ഇവിടുത്തെ സകലതും കാലാനുസൃതമായി മാറേണ്ടി വരുന്നുണ്ട്, ഭേദഗതിക്ക് വിധേയമാകുന്നുണ്ട്. പക്ഷേ ആകാശം മാറിയാലും ഭൂമി മാറിയാലും പർവ്വതങ്ങൾ മാറിയാലും കടലിൽ ഇല്ലാതെയായാലും മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒന്നേ ഉള്ളൂ, അത് കർത്താവിൻ്റെ വചനമാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആ വചനം നമുക്ക് നൽകുന്ന ഒരു ആവേശമുണ്ട്, ആ വചനം നമുക്ക് നൽകുന്ന ഒരു സംസ്കാര സമ്പന്നതയുണ്ട്, ആ വചനം നമുക്ക് നൽകിത്തരുന്ന ഒരു ആത്മീക ദിശാബോധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പറയുന്നു തിരുവചനം മാത്രം. ഹല്ലേലൂയ. വേറെ കെട്ടുകഥകളോ വേറെ പഴഞ്ചൻ കഥകളോ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾക്ക് നിരക്കാത്തത് ആരിവിടെ കൊണ്ടുവന്നാലും അതിനെ 8 മടക്കി ചവട്ടുകുട്ടയിൽ
തലമുറയിലേക്ക് മാറ്റിക്കളഞ്ഞിട്ട് നെഞ്ചോടടുപ്പിച്ച് നമ്മൾ ഏറ്റെടുക്കുന്നു ദൈവത്തിൻ്റെ വചനം മാത്രം. ഹല്ലേലൂയ. ശാസ്ത്ര സാങ്കേതിക മികവുകളുടെ തെളിവുകളെ നിരത്തിക്കൊണ്ട് ദൈവവചനത്തെക്കാൾ വലുതായിട്ട് അതിനെയൊക്കെ ഇവിടെ അങ്ങോട്ട് വാരി പകർത്തുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് മുഴക്കുന്ന മുദ്രാവാക്യം ഇതാണ്: സോളാ സ്ക്രിപ്ചറ, ദൈവവചനം മാത്രം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായിരിക്കുന്ന 31,173 വേദസൂക്തങ്ങൾ, 1189 അധ്യായങ്ങളിൽ 66 ഗ്രന്ഥങ്ങളിലായി തന്നിട്ടുള്ള ഈ മഹത്തായിരിക്കുന്ന ഗ്രന്ഥത്തെ നെഞ്ചോടടുപ്പിച്ച് അതിൽ ചുംബിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഈ വചനം മാത്രം മതി. ഇതിൻ്റെ കാരണം എന്താ? ഇത് അഗ്നിമയമായ പ്രമാണമാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? നമ്മളെങ്ങനെ മുൻപോട്ട് പോകണം, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകണം, ആരോടുകൂടെ ആകരുത് എന്നിത്യാദി വസ്തുതകൾ ലംഘനീയമായി നമുക്ക് നൽകി തന്നിട്ടുള്ളത് വേദപ്രമാണമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പറയുന്നു സോളാ സ്ക്രിപ്ചറ, അതായത് തിരുവചനം മാത്രം. സ്തോത്രം പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. മൂന്നാമതൊരു ചിന്ത കൂടെ പറയാം: വിശ്വാസം മാത്രം. സോളാ ഫിഡ, അങ്ങനെ പ്രയോഗമുണ്ട്, മറന്നു പോകരുത്. സോളാ ഫിഡ, ദൈവവചനത്തിൻ്റെ പഠനത്തിനകത്ത് മറക്കാനാവാത്ത, മായ്ക്കാനാവാത്ത, ഒഴിച്ചു വയ്ക്കാനാവാത്ത ചില തത്വങ്ങളെയാണ് ഞാൻ മുഖവരയിൽ കൂട്ടിച്ചേർക്കുക. സോളാ ക്രിസ്റ്റോസ്, ക്രിസ്തു മാത്രം. സോളാ സ്ക്രിപ്ചറ, ദൈവവചനം മാത്രം. സോളാ ഫിഡ എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം. വിശ്വാസം മാത്രം. വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കാര്യം? കീശയിലെ കാശിൻ്റെ ഘനമല്ല, ബന്ധുബലമോ സ്വാധീനതയോ അല്ല, സ്വന്തം തണ്ടപ്പേരിൽ തീരാധാരം എഴുതി കിട്ടിയ ഭൂമികയുടെ വിസ്തൃതിയല്ല നമ്മുടെ നിലനിൽപ്പിനാധാരം. മക്കളൊക്കെ വിദേശത്താണ് എന്നുള്ളതുമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മികച്ച ഒരു ജോലി താങ്കൾക്ക് നല്ല അക്ക ശമ്പളത്തോടെ ഉണ്ടെന്നുള്ളതുമല്ല നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാന സംഗതി. മനസ്സിലാകുന്നുണ്ടോ? റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ട് ആദിയായ ഇതെല്ലാം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ എനിക്ക് സാധ്യതയുണ്ടെന്നുള്ളതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുന്നവർക്കൊരു ഹല്ലേലൂയ പറയാം ഒരുമിച്ച്. ഹല്ലേലൂയ. നമുക്കറിയില്ല, ഇപ്പോൾ സമയം ഏതാണ്ട് 8:45 അടുക്കുന്നു. 9 മണിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. 10 മണിയാകുമ്പോൾ എന്താ സംഭവിക്കുമെന്നറിയില്ല. യോഗം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമോ ഇല്ലയോ എന്ന് തീർച്ചയില്ല നമുക്ക്. പക്ഷേ ഈ അറിവുകേടുകളുടെ എല്ലാം അപ്പുറത്ത് തിളക്കമുള്ളൊരു അറിവ് വിശ്വാസത്താൽ നമുക്കുണ്ട്. നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് ആരാണെന്ന അറിവ്, നമ്മെ വിളിച്ചിരിക്കുന്നത് ആരാണെന്ന അറിവ്, നമ്മെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ആരാണെന്ന അറിവ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ ഇരുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ആരാണെന്ന അറിവ്. അകത്തുള്ള പ്രിയപ്പെട്ടവർ മിണ്ടാതിരിക്കേണ്ട, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് ക്രൈസ്തവീകതയുടെ ഏറ്റവും വലിയ മൂല്യമെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പറയുന്നു സോളാ ഫിഡ, വിശ്വാസം മാത്രം. ദൈവമക്കൾ ഒരു കാര്യം അറിയണം. ഗലാത്യലേഖനം 3-ാം അധ്യായം 23-ാമത് വാക്യം, 3-ന്റെ 25-ാമത് വായിപ്പിക്കുന്നില്ല വാക്യമൊന്നും. വായിക്കേണ്ടതിന് മിടുമിടുക്കുകൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് പിന്നീട്. ഈ ഭാഗമൊന്ന് കഴിഞ്ഞോട്ടെ. ഈ ഗലാത്യർ 3-ന്റെ 23-ാമത് വാക്യവും ഗലാത്യലേഖനം 3-ന്റെ 25-ാമത് വാക്യം തുടങ്ങുന്നത് വിശ്വാസം എന്ന പദത്തോടു കൂടിയാണ്. 3-ന്റെ 23-ാമത് വാക്യം പറയുന്നു വിശ്വാസം വരും മുൻപേ, അങ്ങനെ പ്രയോഗമാണ്. 3-ന്റെ 25 പറയുന്നു വിശ്വാസം വന്ന ശേഷമോ. ഇന്ന് ആനപ്പാറ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലി മുഴുവനും ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഉള്ളവരെല്ലാവരും ഈ 2 വാക്യങ്ങളുടെ ആഴവും പരപ്പും അറിയണം. വിശ്വാസം വരും മുൻപേ നമ്മൾ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, എന്തായിരുന്നു, നമ്മുടെ ആദർശം എന്താ, നമ്മുടെ കഴിപ്പ് കുടിപ്പ് മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞ് നടന്നത് ഇതുവഴിയായിരുന്നു, ആരോടുകൂടെയായിരുന്നു, എന്തായിരുന്നു ലക്ഷ്യം. വിശ്വാസം വരും മുൻപേ. പക്ഷേ 3-ന്റെ 25 വിശ്വാസം വന്ന ശേഷമോ എന്ത് മാറ്റമുണ്ടായി, എന്ത് വ്യത്യാസമാണ് നമ്മിൽ വന്നത് എന്നും കൂടെ നമ്മൾ അറിയണം. 3-ന്റെ 23-ന് ഞാനൊരു പേര് പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസം വരും മുൻപേ എന്നുള്ളതിനൊരു പേര് പറയാം. അതാണ് അധമകാലം. അധമകാലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുരഹിത കാലം എന്ന് പറഞ്ഞാൽ വിശ്വാസപൂർവകാലം. ഉദാത്തമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ, വിലയേറിയതായ ദൈവദത്തമായിരിക്കുന്ന വിശ്വാസ സംസ്കാരം നമ്മിലേക്ക് വരുന്നതിന് മുൻപ് കഴിച്ച് കുടിച്ച് മതിച്ച് പുളച്ച് ജീവിച്ചു പോയത് തെറ്റായ വഴികളിലേക്കായിരുന്നു. ദൈവമല്ലാത്തവയെ നമിച്ച് പ്രണമിച്ച് പ്രണയിച്ചുകൊണ്ട് യാഗയോഗ
അർപ്പണ തർപ്പണാദികൾ കൊണ്ട് നമ്മളങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്നു. ദൈവമല്ലാത്തത് ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ നിരുപാധികം അംഗീകരിച്ചിരുന്നു. ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി പലതിൻ്റെയും ചിലതിൻ്റെയും മുൻപിൽ ഉരുണ്ടോ പെരണ്ടോ കൊടുത്തോ ഒക്കെ നമ്മൾ കഴിഞ്ഞിരുന്നു. അതാണ് വിശ്വാസപൂർവ്വകാലം. പക്ഷേ ക്രിസ്തുവേശു നമുക്ക് വേണ്ടി കാലുവരിയിൽ പടഞ്ഞു മരിച്ചു. ഗെത്സമനയിലെ മണ്ണിൽ വീണുകിടന്നവൻ, ഗബഥായിൽ തകർക്കപ്പെട്ടവൻ, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ വിട്ടവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ഏറ്റെടുത്തതെന്ന് വിശ്വസിച്ച മാത്രയിൽ അതുവരെ ആചരിച്ചു വന്നതെല്ലാം പാടെ പരിത്യജിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു വലിയ പരിവർത്തനമുണ്ടായി. ആ പരിവർത്തനമാണ് നമ്മെ വിശ്വാസികളാക്കി മാറ്റിയത്. ഹല്ലേലൂയ. അപ്പോൾ 3:23 വാക്യം, വിശ്വാസം വരും മുൻപേ അധമകാലത്തിലായിരുന്നു നമ്മൾ. അധമകാലത്തിലാ കള്ള്, അധമകാലത്തിലാ പുകവലി, അധമകാലത്തിൻ്റെതാണ് ലഹരി പദാർത്ഥങ്ങൾ, അധമകാലത്തിൻ്റെതാണ് നിയമവിരുദ്ധ ലൈംഗികത, അധമകാലത്തിൻ്റെതാണ് ബന്ധങ്ങളിലെ അസ്ഥിരതകൾ, അധമകാലത്തിൻ്റെതാണ് സുതാര്യതയില്ലായ്മ, സുദൃഢതയില്ലായ്മ, സുശക്തതയില്ലായ്മ, ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത, സാമ്പത്തിക ജീവിതത്തിൽ അവിശ്വസ്തത, സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെ, സഭയോട് കൂറില്ലാതെയൊക്കെ ജീവിച്ചിരുന്നത് 3:23 വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിനെയാണ് ക്രിസ്തുരഹിത കാലമെന്ന് പറയുക. പക്ഷെ 3:25 നമ്മൾ വന്നപ്പോൾ, വിശ്വാസം വന്ന ശേഷമോ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമായി. അതാണ് ക്രിസ്തു ലയനമെന്ന് പറയുക. നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിനോട് കൂടെയല്ല നമ്മുടെ ക്രിസ്തീയത, ക്രിസ്തുവിൽ ആണ്. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? ക്രിസ്തുവിനോട് കൂടെയുള്ളതല്ല ക്രിസ്തീയത, ക്രിസ്തുവിൽ. അതാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിൽ നാമായി, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനോട് കൂടെ, ഒടുവിൽ ക്രിസ്തുവിൽ നാം ആയിത്തീർന്ന അനുഗ്രഹീതമായൊരു കാലം. ആ കാലത്തിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ക്രിസ്തുരഹിത കാലത്തിന് അധമകാലം എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു സഹിത കാലത്തിനൊരു പേര് കൊടുക്കുന്നു, ഉത്തമകാലം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആ കാലം ഉത്തമകാലം. ഉത്തമമായത് പാടി, ഉത്തമമായത് പറഞ്ഞ്, ഉത്തമമായത് ചെയ്ത്, ഉത്തമമായ ജീവിതം സാക്ഷിയായി മറ്റുള്ളവരുടെ മുൻപാകെ നയിക്കുന്നു. അതാണ് ഉത്തമ. അപ്പൊ അധമകാലം വിട്ട് ഉത്തമകാലത്തിലേക്ക് വന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉറക്കെ പറയുന്നു, സോളാ ഫിഡ, വിശ്വാസം മാത്രം, വിശ്വാസം മാത്രം മതി എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? വിശ്വാസം ഒരു സംസ്കാരമാണ്, വിശ്വാസം ഒരു ഡിവൈൻ കൾച്ചറാണ് എന്ന കാര്യം മറക്കരുത്. ദൈവവും നാമം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു വിശേഷ സംസ്കാരമാണ് വിശ്വാസം. അതിന് കേടുപറ്റാതെ, അതിന് പരിക്ക് പറ്റാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അപ്പം ഈ 3 ചിന്തകൾ മറക്കരുത്. ക്രിസ്തു മാത്രം, വചനം മാത്രം, വിശ്വാസം മാത്രം. ഈ 3 ചിന്തകളോടുകൂടെ 4മതൊരു ചിന്ത കൂടെ ചേരുമ്പോൾ ആ 4 കാര്യങ്ങൾ പൂർണ്ണമാകുന്നു. അതാണ് കൃപ മാത്രം എന്ന് പറയുന്നത്. കൃപ മാത്രം മതി. സോളാ ഗ്രേഷ്യ എന്നതാണ്. സോളാ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ കൃപ മാത്രം എന്നുള്ളതാണ്. ഈ 4 ചിന്തകളിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്യാസമ്പന്നതയോ മറ്റുമൊന്നുമല്ല നമ്മുടെ നിലനിൽപ്പിന് ആധാരം. പകരം നമ്മുടെ നിലനിൽപ്പിന് ആധാരം ദൈവത്തിൻ്റെ കൃപയാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? കഴിവാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനമാണ് വലുത്, ഞാൻ നിൽക്കുന്ന ടീമാണ് വലുത്, എൻ്റെ ഔദ്യോഗിക പദവിയാണ് വലുതെന്നൊന്നും ആരും ചിന്തിക്കരുത്. അതെല്ലാം കൃപയാൽ നമുക്ക് കിട്ടിയതാണ്. കൃപയില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കൃപയില്ല, കൃപയെ മറന്നു പോകുമ്പോഴാണ് നമ്മൾ അഹന്തയുള്ളവരായി, അഹങ്കാരമുള്ളവരായി മാറുന്നത്. ഞാൻ 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 എന്ന പ്രയോഗം കൂടുതൽ നമ്മുടെ നാവിൽ വരുന്നത് കൃപയെ മറക്കുമ്പോഴാണ്. അതുകൊണ്ട് കൃപയാൽ മാത്രമെന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറയപ്പെട്ടതായിരിക്കുന്ന വിചാരങ്ങളെ ഒരു കാരണവശാലും മറക്കാതിരിക്കാൻ ഞാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സർവാധിപത്യമുള്ള ക്രിസ്തുവിനെ തുടർന്നുള്ള നേരം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് പാകി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്നുള്ള വിചാരം വികലമാണ്, വികൃതമാണ്. അതിനെ ചുരുട്ടിയെടുത്ത് കളഞ്ഞിട്ട് ക്രിസ്തു താങ്കളുടേത് കൂടെയാണ്, എൻ്റേതാണ് എന്ന ബോധ്യത്തോടുകൂടി വേണം ഇന്ന് രാത്രി ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രസംഗവും അടുത്ത ദിവസം ഇത് കേൾക്കാനും അറിയാനും ഒക്കെ ഇടയാകേണ്ടത്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഇത് പാസ്റ്റർ സുരേഷ് ശുശ്രൂഷിക്കുന്ന സഭയുടെ കൺവെൻഷൻ ആണെങ്കിലും ഇതൊരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ പോലെ, പ്രസിദ്ധമായൊരു ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ പോലെ ഉള്ള ഒരു പകിട്ടുണ്ടതിന്. ഇത്രയും ദൈവദാസന്മാരുടെ അകമ്പടി ഇവിടെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയണം, എഫെസ് ലേഖനം എന്ന് പറയുന്ന വിശ്രുതമായ ലേഖനം. എഫെസ് ലേഖനത്തിൽ 6 അധ്യായമാണുള്ളത്. ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫെസ് ലേഖനത്തെ വിളിക്കുക. വേദപുസ്തകത്തെക്കുറിച്ച് ഒരു പരിജ്ഞാനവുമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയണം, 66 വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ എഫെസ് ലേഖനം
ലേഖനം എന്ന് പറയുന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ലേഖനങ്ങളുടെ റാണി, ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്നാണ് വിളിക്കുക. ക്രൈസ്തവ സഭയുടെ സമസ്ത ഉപദേശ സത്യങ്ങളും വാരി നിറച്ചിട്ട് നാം എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ചുള്ള പ്രകാശം തരുന്ന ഗംഭീര ലേഖനമാണ് എഫെസ്യർ ലേഖനം. ഇനി താങ്കൾ അടുത്ത ഒരു പ്രസംഗം നടത്തുന്നതിന് ക്രമീകരിക്കുന്നതിന് മുൻപ്, അടുത്ത ഒരു നിർണായക നടപടിയിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപ് എഫെസ്യർ ലേഖനം ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ട് വേണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. കാരണം ഇത്ര ഉജ്ജ്വലമായ, ഇത്ര പ്രകാശപൂരിതമായ, ഇത്ര ആത്മീയ ആവേശം നമുക്ക് നൽകിത്തരുന്നൊരു ലേഖനം വേറെയില്ല. എല്ലാ ലേഖനങ്ങളും അതുപോലെ തന്നെയാണ്. എഫെസ്യർ ലേഖനത്തിന് കൂടുതൽ സ്വാധീനതയുണ്ട്. ആ 6 അധ്യായങ്ങളിൽ നിന്ന് നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ 6 വാക്യങ്ങളെ നമുക്ക് വായിച്ചു കേൾപ്പിക്കും. ആ 6 വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായിരിക്കുന്ന അനുഗ്രഹീതമായ ഔന്നത്യം, ഉത്തുംഗ പ്രതാപം വെളിപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങൾ പാടുന്നതിലും പറയുന്നതിലെല്ലാം ക്രിസ്തുവാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നറിയണം. എഫെസ്യർ ലേഖനം 6 അധ്യായങ്ങളിൽ ക്രിസ്തു പരിജ്ഞാനം വളരെ ഗംഭീരമാണ്. ഓർത്തിരിക്കാൻ പാകത്തിന് ഞാനതിനെ ആ എന്ന അക്ഷരത്തിൽ ക്രമീകരിച്ചുകൊണ്ട് 6 വിചാരങ്ങളെ അങ്ങോട്ട് തരാം. സ്തോത്രം. അത് ഓരോ വാക്യങ്ങളെയും കേട്ടുകൊള്ളണം. ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് ക്രിസ്തു ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു എന്നാണ്. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. ആ കുറിപ്പ് അങ്ങനെ തന്നെ ഓർത്തിരിക്കണം. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. അതിനാധാര വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചു കേൾക്കാം. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്തുള്ള ഒരു ഭാഗമാണ് ഞാൻ കുറിവാക്യമായി തന്നത്. വായിക്കാം. എഫെസ്യർ ലേഖനം 1-ന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു. ഈ വാക്യഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു എന്ന ചിന്തയാണ്. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. ശ്രദ്ധിച്ചോണം. എഫെസ്യർ ലേഖനം 1:19 പറയുന്ന ഒരു ഗംഭീര വാക്യമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. വിശ്വാസ ജീവിതം പ്രശ്നകലുഷിതമായ സാഹചര്യത്തിലെത്തുമ്പോൾ അതിജീവനത്തിൻ്റെ ശേഷി പ്രാപിക്കേണ്ടത് കീശയിൽ കാശിൻ്റെ ഘനം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ സ്വാധീനത കൊണ്ടോ സംഘടനയുടെ സഹായം കൊണ്ടോ അല്ല. പകരം നമ്മിൽ വ്യാപരിപ്പിക്കുന്ന ദൈവശക്തിയുടെ വല്ലഭത്വം കൊണ്ടാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഓരോരുത്തരും പ്രാപിച്ചെടുത്ത ദൈവശക്തിയുടെ അതിശ്രേഷ്ഠമായിരിക്കുന്ന വ്യാപാര ശക്തിയാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് കുതിപ്പാൻ നമ്മൾ പ്രാപ്തരാകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ എന്നൊരു പ്രയോഗമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ എന്നതാണ്. ഇനി ആ പവറിൻ്റെ, ആ ശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് എന്ന് നമ്മെ അറിയിക്കേണ്ടതിന് വേണ്ടി പൗലോസിന് കിട്ടിയ ഒരു വലിയ വെളിപ്പാട് താൻ വ്യക്തമാക്കുന്നതാണ് 20-ാമത് വാക്യം. അത് ക്രിസ്തുവിലും വ്യാപരിച്ചു. ഏത്? ഈ അത്യന്ത ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചപ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനെ മരിച്ചവരുടെ, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് വ്യാപരിച്ച ദൈവശക്തിയുടെ വല്ലഭത്വം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുക. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പിതാവായ ദൈവം തന്റെ വലത്തുഭാഗത്തിരുത്തി സകല ശക്തിക്കും വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും അത്യന്തം മീതെ ഇരുത്തി സകലതും അവൻ്റെ കൽക്കീഴയാക്കി വെച്ചു. എല്ലാറ്റിനും മീതെ അവനെ തലയാക്കി വെച്ചു. അത് ഈ കാലത്തേക്ക് മാത്രമല്ല, വരുംകാലത്തേക്കും കൂടെ അങ്ങനെ തന്നെ ആക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും. അങ്ങനെ ഒരു ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങി വരേണ്ട ഒരു ഭരണാധികാരി അല്ല. അടുത്ത 5 കൊല്ലം വീണ്ടും സമ്മതിദാനാവകാശം തേടിക്കൊണ്ട് ഞങ്ങളെ തന്നെ ഒരാവർത്തി കൂടെ ആക്കണമേ എന്ന് കെഞ്ചേണ്ടി വരുന്നൊരു നായകനെ അല്ല ഞങ്ങൾ സേവിക്കുന്നത്. ഈ ലോകത്തിൽ മാത്രമല്ല, വരാനുള്ളതിന് ക്രിസ്തു തന്നെ നായകൻ. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഭരണാധികാരി ക്രിസ്തു തന്നെയാണ്. സമത്വ സുന്ദരമായ ക്ഷേമരാഷ്ട്രമെന്നൊക്കെ ഇവിടെ വായ്ത്താരി പറയുന്നു. പക്ഷേ ഇവിടെ സമത്വവും സുന്ദരവും ക്ഷേമവും ഒന്നും ഇല്ലെന്നുള്ള കാര്യം മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക, രാഷ്ട്രദീപിക അടക്കമുള്ള സകല പ്രഭാത പത്രങ്ങളും അന്തിപത്രങ്ങളും നമുക്ക് ബോധ്യമാക്കി തരുന്നത്
വരുന്നതാണ്. പെൺകുഞ്ഞുങ്ങൾ പിഴച്ചു പോകുന്നു. സ്ത്രീകൾക്ക് ഇവിടെ സ്വൈര്യതയില്ല, പുരുഷന്മാർക്ക് യുവാക്കന്മാർക്ക് സ്വൈര്യതയില്ല. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ തെന്നുന്ന പായൽ ചവിട്ടി മൂക്കും കുത്തി വീണുപോകുന്നു ഇവിടുത്തെ യുവത്വം. ആർക്കും അവരെ നേടാൻ കഴിയാത്ത വിധം ഓരോരോ വിസ്മയാവഹമായ സംഭവങ്ങളാണ് നമുക്ക് ദിനംതോറും കാണാനും കേൾക്കാനും കഴിയുന്നത്. പക്ഷെ ഈ ഗതികേടുകളെ പാടെ വകഞ്ഞു മാറ്റിയിട്ട് സത്യം, ധർമ്മം, ന്യായം, നീതി ആദിയായ സമസ്ത ഗുണങ്ങളോടുകൂടി ഒരു രാഷ്ട്രം ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. ഒരു ഭരണാധികാരി ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. ഇൻകുലാബില്ലാത്ത, പിക്കറ്റിംഗ് ഇല്ലാത്ത, ഹർത്താലില്ലാത്ത, കരിങ്കൊടി പ്രകടനങ്ങളില്ലാത്ത, ഖജനാവിൽ കൈയിട്ട് വാരുന്ന ഒരു നേതാവുമില്ലാത്ത, ആരെയും കൊല ചെയ്യാത്ത, കീശയിൽ കാശുള്ളവന്റെ ഭാഗത്തോട്ട് നിയമം ഓച്ചാനിച്ച് നിൽക്കാത്ത ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉപദേശവർഗം പറയുന്നത് വെറുതെ മനപ്പായസമല്ല. അടിസ്ഥാനപരമായ വേദപുസ്തകത്തെ ആശ്രയിച്ചുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് പറയുന്നത്. ഈ പുസ്തകം പറയുന്നു അങ്ങനെ ഒരു രാജ്യം ഇവിടെ വരാൻ പോവുകയാ. ആ രാജ്യം ക്രിസ്തുവിൻ്റെതാണ്. ഹല്ലേലൂയ. അതുവരെ ഇവിടെ കുറെ ഇതിഹാസങ്ങളൊക്കെ നടക്കും, അതുവരെ ഇവിടെ കുറെ പടകധ്വനികളൊക്കെ നടക്കും. പക്ഷേ ഇതിനെ മൊത്തത്തിൽ വകഞ്ഞ് മാറ്റിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ രാജ്യം ഇവിടെ വരാൻ പോവുകയാണ്. സകല ക്രൈസ്തവനും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, നിന്റെ രാജ്യം വരണമേ. അത് വെറുതെ മനപ്പായസമല്ല, വരിക തന്നെ ചെയ്യും. കണ്ടോ, യെശയ്യാപ്രവചനം 40:10 വാക്യത്തിൽ പറയുന്നു, ഇതാ അവൻ ബലശാലിയായി വരുന്നു. ആഹാ, ബലശാലി. അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്നൊരു പ്രയോഗമുണ്ട്. 40:10 വാക്യം യെശയ്യാപ്രവചനം. അതുപോലെ യെശയ്യാപ്രവചനം 9:6 വാക്യം, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്നൊക്കെ പറയുന്നത് അതാണ്. ക്രിസ്തു ആധിപത്യം വഹിക്കും. ഈ കാലത്ത് മാത്രമല്ല, വരാനുള്ളതിലും കർത്താവ് തന്നെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? പിശാചിന് സാധ്യതയില്ലാത്ത, അവന് ഒരു നിമിഷം പോലും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം 1000 ആണ്ട് പിശാചിനെ ചങ്ങലയിട്ട് റിമാൻഡ് ചെയ്തിട്ട് എൻ്റെ കർത്താവ് ഇവിടെ ഭരിക്കാൻ പോകുകയാണ്. അടിസ്ഥാനപരമായി സകല കൊള്ളകളുടെയും കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും അനീതിയുടെയും മദ്യത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ, മതമൗലികവാദത്തിൻ്റെ, മദ്യമാഫിയ സംഘത്തിൻ്റെ, ഭൂമാഫിയ സംഘത്തിൻ്റെ കേളികൊട്ട് മുഴുവനും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രതി ആരെന്നറിയാമോ? നമ്മൾ ചില വ്യക്തികളുടെ പേര് പറയുമായിരിക്കാം, പക്ഷേ വേദപുസ്തകം അറിയാവുന്ന ഞങ്ങൾ ആ പേരുകൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ആ പേരുകാരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന അടിസ്ഥാന പ്രതി ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചാണ്. സത്യദൈവത്തിൻ്റെ പ്രതിയോഗിയായി നിലകൊള്ളുന്ന അന്ധതയുടെ, അനാചാരത്തിൻ്റെ, അബദ്ധജടിലോപദേശങ്ങളുടെ അതിൻ്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്. സാത്താൻ എന്ന് വിളിക്കുന്ന, പിശാച് എന്ന് വിളിക്കുന്ന, ഇബ്ലീസ് എന്ന് വിളിക്കുന്ന അശുദ്ധ തത്വമായ പിശാചുണ്ട്. അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിടുവാൻ കരുത്തുള്ള ഒരേ ഒരു കരുത്തൻ്റെ കർത്താവിന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ യാതൊരു വിധത്തിലുള്ള അധികാരത്തിന് പിശാചിനെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അതെന്റെ കർത്താവിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് വായിച്ച കേട്ട വേദഭാഗത്ത് കണ്ടോ, ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവനെ തന്നെ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ രാജ്യവ്യവസ്ഥിതി ഇവിടെ വരാൻ പോകുകയാ. അതുകൊണ്ട് തന്നെ കർത്താവിനെ സർവ്വത്തിനും മീതെ തലയാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് മറന്നു പോകരുത്. ആ തലയുടെ മഹത്വം എന്താണെന്ന് പിന്നീട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, 2-ാം അധ്യായത്തിലേക്ക് വരാം. ക്രിസ്തുവാരാണ്. 1-ാം അധ്യായത്തിൽ ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു എന്ന ആ മഹത്തായ ചിന്ത മറന്നു പോകരുത്. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു. 2-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത് വാക്യം വായിക്കുന്നു. യെസ്, അവനിൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങളെയും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് നിങ്ങളെയും ആത്മാവിനാൽ ദൈവത്തിന് നിവാസമാകേണ്ടതിന് ഒന്നിച്ചു പണിത് വരുന്നു. പരിശുദ്ധ തൃത്വത്തിൻ്റെ സമഞ്ജസമായ സമ്മേളനം, തൃത്വപ്രദർശനം, തൃത്വവിലാസം, തൃത്വപ്രത്യക്ഷത, തൃത്വ പ്രകടനം വളരെ ഭംഗിയായി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ചോണേ, അവനിൽ നിങ്ങളെയും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിങ്ങളെയും ആത്മാവിനാൽ ഒന്നിച്ചു പണിത് ദൈവത്തിന് നിവാസമാകേണ്ടതിന്. കണ്ടോ, ദൈവത്തിൻ്റെ നിവാസമെന്ന ദൈവസഭയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. പണിയുന്നത് ആത്മാവാണ്. പണിയുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് വസിക്കാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലായി കാര്യം? ഹല്ലേലൂയ. അപ്പോൾ അവിടെ ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമായ ക്രിസ്തു. അടിസ്ഥാനമായ ക്രിസ്തു. ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ആനപ്പാറ
മാട്ടുപ്പാറയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾക്കൊപ്പം തട്ടിമുട്ടി ഉരുമി നടക്കുന്ന, നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ള, പച്ചയായി നിങ്ങൾക്കറിയാവുന്ന ഇന്നാട്ടുകാരൻ ഒരു ദൈവദാസൻ സുരേഷ്, അദ്ദേഹം നടത്തുന്ന ഈ യോഗത്തിൽ നിങ്ങളിത് അറിയാതെ പോകരുത്. അദ്ദേഹം ഇത് നിങ്ങളോട് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുമ്പോൾ, ഞങ്ങളെക്കൊണ്ട് പാടിക്കുമ്പോൾ നിങ്ങളിത് അറിയാതെ പോകരുത്. ക്രിസ്തുവാകണം അടിസ്ഥാനം. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാകണം. ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു ആകുക എന്ന് പറയുന്ന തത്വത്തിലേക്ക് വരുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുകയുള്ളൂ. താങ്കളുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമോ താങ്കൾ അനുഭവിക്കുന്ന പരമ്പരാഗതമായി കൈമാറി വന്ന സ്വത്ത് മുതലോ ഒന്നുമാകണ്ട. അതൊക്കെ ഇരുന്നോട്ട് കുഴപ്പമില്ല. പക്ഷേ ആധ്യാത്മികതയുടെ അടിസ്ഥാനം ക്രിസ്തു തന്നെയാകണം. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു താങ്കളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായാലുണ്ടല്ലോ, ഇന്ന് അനുഭവിക്കുന്ന സകല വ്യഥകളുടെയും ശാപദോഷങ്ങളുടെയും കെട്ടുപൊട്ടിച്ച് താങ്കൾക്ക് പുറത്തു വരാൻ കാരണമായി തീരും. അത് അനുഭവിക്കുന്ന ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. അടിസ്ഥാനമില്ലാതെ എങ്ങനെങ്കിലുമൊക്കെ ലക്ഷ്യബോധമില്ലാതെ ദിശാബോധമില്ലാതെ ജീവിച്ചു പോയിരുന്ന കാലത്തു നിന്നാണ് ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിലേക്ക് ഈ ഇരിക്കുന്ന അഭിഷക്ത ദൈവദാസന്മാർ, ഈ വന്നിരിക്കുന്ന ദൈവമക്കളൊക്കെ വന്നിട്ടുള്ളത്. അന്ന് മുതലാണ് ജീവിതത്തിൻ്റെ അർത്ഥതലം എന്താണെന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞത്. ജീവിതത്തിനൊരു വലിയ മൂല്യമുണ്ടെന്നും ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നും അത് അവിടെ കൊണ്ടെത്തിക്കണമെന്നുമുള്ള ആ സമർപ്പണവും സാമർഥ്യവും ഞങ്ങൾക്ക് ലഭ്യമായത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടു തുടങ്ങിയതിന് ശേഷമാണ്. ആ അടിസ്ഥാനത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഉയർത്തുകയാണ്. ക്രിസ്തുവെന്ന മഹത്തായ അടിസ്ഥാനം. ഹല്ലേലൂയ. ക്രിസ്തുവിലാണ് എൻ്റെ അടിസ്ഥാനമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. യുവതി യുവാക്കന്മാരോട് ഞാൻ പറയാം, മക്കളെ, വിദ്യാഭ്യാസം ഒത്തിരി ഉണ്ടാകുക. ആംഗലേയ ഭാഷ നിങ്ങൾക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇന്നത്തെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, ഇവിടുത്തെ എല്ലാവിധമായ നൂതന സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം കയ്യിലുള്ളപ്പോൾ തന്നെ അടിസ്ഥാനം ക്രിസ്തുവല്ല എന്ന് വരരുത്. ക്രിസ്തുവായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. 2:22 പറയുന്നത് ക്രിസ്തു അടിസ്ഥാനമാണെന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ പണിതെടുക്കുന്ന ആത്മീയതയ്ക്കാണ് കാമ്പും കഴമ്പുമുള്ളത് എന്ന കാര്യം പറഞ്ഞാൽ അത് അവങ്ങ് വിടുകയാണ്. അടുത്ത ചിന്ത ശ്രദ്ധിക്കണം. 3-ാം അധ്യായം, അധിവാസം ചെയ്യുന്ന ക്രിസ്തു. 3:17 വാക്യം, അധിവാസം ചെയ്യുന്ന ക്രിസ്തു. എഫെസ്യ ലേഖനം ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. അതുകൊണ്ട് 3:17 വരുമ്പോൾ വായിക്കാം. മൈക്കില്ല? വെരി ഗുഡ്. ഓക്കെ, ഞാൻ തന്നെ പറയാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യണം. അതാണ് അധിവാസം ചെയ്യുന്ന ക്രിസ്തു. കണ്ടോ? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അധിവാസം ചെയ്യണം. അത് മനോഹരമായൊരു കാര്യമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തു ഉള്ളിലുണ്ടെന്ന്? ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ളവർ ഹല്ലേലൂയ പറ. വെരി ഗുഡ്, താങ്ക് യു. ക്രിസ്തു ഉള്ളിലുണ്ടെന്ന് പ്രാഗൽഭ്യം ഇത്രയും പേർ കൂടെ ഉണ്ടല്ലോ. പക്ഷേ ഇനി ഞാൻ പറയാം വിവരം. ആ വിവരം കേട്ടിട്ട് ഈ പൊങ്ങിയ കൈയെല്ലാം പൊങ്ങണം. മനസ്സിലായോ? ക്രിസ്തു ആരുടെ ഉള്ളിലാണെന്ന് പറയാം. ആരുടെ ഉള്ളിലാണ് ക്രിസ്തു? വിശുദ്ധി, വേർപാട്, തനിമയാർന്ന നിലയിൽ പാലിച്ചുകൊണ്ട് കേട്ടോണം, ശ്രദ്ധിച്ചേക്കണം ആശയങ്ങൾ. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ജഡമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ, വിചാര വികാരങ്ങളുടെ, വിക്ഷോഭങ്ങളുടെ, ആവേഗ നിയോഗങ്ങളുടെ, ആസക്തികളുടെ, തൃഷ്ണകളുടെ ഒന്നും മുമ്പിൽ പണയപ്പെട്ടു പോകാത്തൊരു ശരീരമാണെങ്കിൽ താങ്കളുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. മനസ്സിലായോ? മോഹിപ്പിക്കുന്നതിന് മുമ്പിൽ, മനസ്സിന് ചാഞ്ചാല്യമുണ്ടാക്കുന്നതായിരിക്കുന്ന ഏതെങ്കിലും ആസക്തികളുടെ മുമ്പിൽ ജഡമുലഞ്ഞുപോയാൽ, മാംസമുലഞ്ഞുപോയാൽ അവൻ്റെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലെന്ന് പഠിച്ചോണം. കുശുമ്പ്, കുന്നായ്മ, ഈർഷ്യ, പക, പിണക്കം. മരുമോളോട് മിണ്ടാത്ത അമ്മാവിയമ്മ, ഭയങ്കര അന്യഭാഷയം. അമ്മാവിയമ്മയോട് ഭയങ്കരമായ കലിപ്പുള്ള മരുമകൾ, അവളുടെ കൃപാവരം വെളിപ്പാട് ഭയങ്കരമാണ്. അമ്മാവിയപ്പനോട് മിണ്ടാത്ത മരുമകൻ, മരുമകനോട് മിണ്ടാത്ത അമ്മാവിയപ്പൻ. അളിയനും തമ്മിൽ കണ്ടുമുട്ടിയാൽ ആളിഞ്ഞ പരുവത്തിലാണ്. നാത്തൂനും പിന്നെ പറയണ്ട. ഇങ്ങനൊക്കെ നടക്കുന്ന ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ഈ ഹല്ലേലൂയയാണ്. അതിനടിയിലാണ് വര കൊടുക്കേണ്ടത്. അടിസ്ഥാനപരമായ വസ്തുതകൾ അറിഞ്ഞിട്ട് വേണം. വെറുതെ ആവേശത്തോടെ താളത്തിൻ്റെ ഒരു ഉന്മാദത്തിൽ പറയാൻ പാടില്ല. ക്രിസ്തു അകത്ത് വസിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ സംശുദ്ധത, ജീവിതത്തിൻ്റെ സുതാര്യത, ജീവിതത്തിൽ പരുക്ക് പറ്റാതിരിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പരുക്കുണ്ടാകരുത്. മനസ്സിലായി? ജീവിത പങ്കാളിയോട് അവിശ്വസ്തതയില്ലാതെ, ജനിപ്പിച്ച കുഞ്ഞുങ്ങളോട് ഉത്തരവാദിത്വ ബോധമില്ലാതെ, വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പരിഗണിക്കാതെ, പപ്പ അവിടെ കാര്യം നോക്കോപ്പാ, മമ്മി നമ്മുടെ കാര്യം നോക്കോമേ എന്നൊക്കെ പറയുന്ന ദാഷ്ട്യക്കാരൻ്റെ, ധിക്കാരിയുടെയും ഉള്ളിൽ ക്രിസ്തുവില്ലെന്ന് പഠിച്ചോണം. ഡോക്ടർ ലൂക്ക് പറയുന്ന മഹത്തായൊരു വിചാരമുണ്ട്. യുവതി യുവാക്കന്മാർ അറിയേണ്ടതിന് വേണ്ടി പറയുക. നസറേത്തിൽ വന്ന മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന ഒരു ക്രിസ്തുവിനെ ഓർമ്മയുണ്ട്. യേശുവിനെ ഓർമ്മയുണ്ടോ? കീഴടങ്ങിയിരുന്നു. ആ കീഴടങ്ങിയിരിക്കുന്നത് 30 വർഷമായിരുന്നു. മനസ്സിലായോ?
12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നിലുള്ള 18 കൊല്ലം മാതാപിതാക്കൾ കീഴടങ്ങിയിരുന്നു. അതിനു മുമ്പുള്ള 12 കൊല്ലം അങ്ങനെ തന്നെ, മൊത്തത്തിൽ 30 കൊല്ലം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ പിതാവിനുള്ളത് ചെയ്യേണ്ടതല്ലയോ, പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ, സ്വർഗസ്ഥ പിതാവ് ഏൽപ്പിച്ച മഹത്തായ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി ജനകീയനായി പുറത്തു വന്നത്. ഗലീലയുടെ തീരപ്രദേശങ്ങളുടെ, ഫലസ്തീൻ്റെ പ്രാന്തപ്രദേശങ്ങളുടെ, കഫർനഹൂമിൻ്റെ തിരുവീഥികളിലൂടെ ബേത്ഫാഗയിലും ബഥാനിയിലും ബെഥസ്തയിലും കാനാവിലും ഒക്കെയായിട്ട് അങ്ങ് ലഗ്യോനെ തേടി അങ്ങ് ഗദരദേശത്തേക്ക് തോണി തുഴയുന്ന യേശുവിനെ കണ്ടിട്ടുണ്ടോ? ആലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് പോകുന്നവനെ കണ്ടിട്ടുണ്ടോ? 3.5 വർഷം ഇങ്ങനെ സാധാരണ ജനങ്ങളുമായി തട്ടിമുട്ടി നടന്നിരുന്ന് ക്രിസ്തുവിനെ നിങ്ങൾ പഠിക്കണം. ആ ക്രിസ്തു പവിത്രമായിരുന്നു, പരിപാവനമായിരുന്നു, അനന്യമായിരുന്നു, നീതിയുള്ളതായിരുന്നു, ജീവിതം സംശുദ്ധമായിരുന്നു. ആ ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കണമെങ്കിൽ ആ തനിമയോടെ ജീവിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. മോഹിപ്പിക്കുന്ന ഒന്നിൻ്റെ മുമ്പിൽ കാലിടറി പോകരുത്, മാംസം ഒളിഞ്ഞു പോകരുത്, ജഡമുലഞ്ഞു പോകരുത്. കണ്ടോ, പ്രാപിച്ച അഭിഷേകം എങ്ങും പണയപ്പെട്ടു പോകരുതെന്ന് ഈ വലിയ ജനസമൂഹത്തോട് ഞാൻ ആത്മാവിൽ വളരെ ഭയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലിൻ്റെ കാവലാളായി അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ച് അനുഗ്രഹീതനായിരിക്കുന്നൊരു ധീരനായ മനുഷ്യനുണ്ടായിരുന്നു. പേര് ശിംശോൻ. കോമളനായിരുന്നു. ശിംശോനെ പോലെ കോമളൻ വേറെ ആരുണ്ടെന്ന്? ആകാര വടിവ് കൊണ്ട്, ആരോഗ്യത്തിൻ്റെ തികവ് കൊണ്ട്, എല്ലാ വിധത്തിലുമുള്ളതായിരിക്കുന്ന പ്രവർത്തന ചാതുര്യത കൊണ്ട് ഏത് വഴിക്ക് പോയാലും എല്ലാവർക്കും ഹരമായിരുന്നു. ഹൈമാൻ, ഹീമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കോമിക്കിൽ വായിക്കുന്നത് പോലെ അന്നത്തെ കുഞ്ഞുങ്ങൾ നേരിട്ട് കാണുകയായിരുന്നു ശിംശോൻ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസത്തെ. കണ്ടോ, കോമളൻ. ആ പദം മറക്കരുത്, കോമളൻ. ദൈവം ഏൽപ്പിച്ച മഹത്തായിരിക്കുന്ന ശുശ്രൂഷ കൊണ്ട് ദൈവം പകർന്നു കൊടുത്ത അഭിഷേകത്തിൻ്റെ ശക്തി, നദി പോലെ പകർന്നു കിട്ടിയ അഭിഷേകത്തിൻ്റെ ശക്തി. സിംഹത്തെ കീറിയവൻ, 300 ഗുരുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് വെച്ച് കെട്ടിയവൻ, ഒരു നഗരത്തിൻ്റെ കവാടം പറിച്ചെടുത്തൊറ്റയ്ക്ക് അങ്ങേ മലയിൽ കൊണ്ട് നാട്ടിയവൻ, കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് ശവക്കൂനകൾ തീർത്തവൻ. അങ്ങനെ അനിതര സാധാരണമായ പ്രവൃത്തിയുടെ വൈശിഷ്ട്യങ്ങൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു മൊമൻറ്റോ കൊടുക്കുമ്പോൾ ശിംശോൻ അർപ്പണം ചെയ്യുന്നു എന്നല്ല, കോമളനായവൻ അർപ്പണം ചെയ്യുന്നു എന്ന് വേണം എഴുതി കൊടുക്കാൻ. കോമളനായിരുന്നു. പക്ഷേ ദലീലയുടെ ശരീരശാസ്ത്രത്തിന് മുമ്പിൽ അവിടെ കട്ടിലിൽ കെട്ടപ്പെടുമ്പോൾ കോമളൻ എന്നുള്ളത് മാറി കോമാളി എന്നായി മാറേണ്ടി വരുന്നു. കോമളൻ കോമാളിയായി മാറുന്നു. ഇതാണ് ഗതികേട്. ഇതാണ് ജഡമുലഞ്ഞാലുള്ള കുഴപ്പം. ഇതാണ് ജഡത്തിൻ്റെ ആസക്തികളുടെ മുമ്പിൽ അഭിഷേകം പണയപ്പെട്ടു പോകുന്ന ഇടപാട്. അങ്ങനെയുള്ളവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അവസരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് പാപരാഗങ്ങളുടെ നിയോഗത്തിന് മുമ്പിൽ വഴിപ്പെട്ടു പോകുന്ന ഒരൊറ്റ എണ്ണത്തിൻ്റെയും ഉള്ളിൽ ക്രിസ്തുവില്ല. എഫെസ്യ ലേഖനം 3:16 പറയുന്നത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ അധിവാസം ചെയ്യണം. സർവസമ്പൂർണതയുടെ പ്രതീകമായ സർവാധികാരത്തിൻ്റെ ഔന്നത്യമുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യണമെങ്കിൽ ജഡമുലഞ്ഞു പോകരുത് വിശ്വാസ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ. കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു പുതിയ തീരുമാനത്തിലേക്ക്, ഒരു പുതിയ ആത്മീയ നവീകരണത്തിലേക്ക് വരാൻ തോന്നുന്നവരെ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാവിൽ പിഴവ് വരാതെ, മനസ്സിന് ഇടർച്ച പറ്റാതെ, കാലിന് പതർച്ച പറ്റാതെ, എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ വിശുദ്ധിയുടെ തട്ടകത്തിൽ സംശുദ്ധമായി നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം. ബന്ധങ്ങളിൽ ഉലവ് സംഭവിക്കാതിരിക്കാൻ കഴിയണം. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ മഹാമാന്യനല്ലേ ദാവീദ്. ദാവീദ് സങ്കീർത്തനങ്ങളുടെ അകമ്പുറം പരിശോധിച്ച് നോക്കണം, അതിൻ്റെ അകമ്പൊരുൾ പരിശോധിച്ച് നോക്കണം. എത്ര വലിയ ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് കുറിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ഊരിയാവിൻ്റെ ഭാര്യയുടെ ശരീരശാസ്ത്രത്തിന് മുമ്പിൽ ഉലഞ്ഞുപോയ മഹാൻ. പിന്നീട് 51 സങ്കീർത്തനം, 32 സങ്കീർത്തനം, 38 സങ്കീർത്തനം, കുംഭസാര സങ്കീർത്തനങ്ങളെ ദൈവത്തിന് മുമ്പാകെ ഹൃദയഭേദകമായി അവതരിപ്പിക്കുമ്പോഴാണ് പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു കിട്ടുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ദൈവമക്കളോട് തുറന്നു പറയുകയാണ്. സുവിശേഷം ദേശത്തോട് അറിയിച്ചല്ലോ, കൂട്ടത്തിൽ നിങ്ങളോടും കൂടെ പറയുകയാണ്. ആരാണ് ആരുടെ ഉള്ളിൽ ആ ക്രിസ്തു അധിവാസം ചെയ്യുന്നത്? ജീവിതത്തെ സംശുദ്ധമായി കാക്കുന്നവരുടെ മുൻപിലാണ്. ആളുകളുടെ മുമ്പിൽ വെച്ച് പാട്ടുപാടാം, അന്യഭാഷ പറയാം, ആരാധിക്കാം. പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ താളമേളങ്ങളുടെ ബഹളാത്മകതയിലും താളാത്മകതയിലും നമുക്ക് പ്രകടനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അഗ്നിമയമായ പ്രമാണം തന്നവൻ്റെ അഗ്നിമയമായ കണ്ണുകൾ നമ്മുടെ അകത്തളങ്ങളെ അന്വേഷിക്കുമ്പോൾ തിന്മയില്ലാതെ ജീവിതത്തെ കാക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അധിവാസമാകുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു, 2-ാം അധ്യായത്തിൽ അടിസ്ഥാനമായ ക്രിസ്തു, 3-ാം അധ്യായത്തിൽ അധിവാസം ചെയ്യുന്ന ക്രിസ്തു. 3 ആശയങ്ങൾ മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹദാതാവായ ക്രിസ്തു എന്ന് കാണാൻ കഴിയും. വലിയൊരു പാസേജ് ആയതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. ആ ദാനങ്ങൾ എന്തുവാണെന്നറിയാമോ? ആ ദാനങ്ങൾ എന്തുവാണ്? നല്ല ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്ന ദാനങ്ങൾ എന്തുവാണ്? അതാണ് 11-ാം വാക്യം. സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അപ്പോസ്തലന്മാരെ കൊടുത്തു, പ്രവാചകന്മാരെ കൊടുത്തു, സുവിശേഷകന്മാരെ കൊടുത്തു, ഇടയന്മാരെ കൊടുത്തു, ഉപദേഷ്ടാക്കന്മാരെ കൊടുത്തു. 5 അനുഗ്രഹിതരായിരിക്കുന്ന ഔദ്യോഗിക സ്ഥാനികളെ സഭയ്ക്ക് കൊടുത്തത് ക്രിസ്തുവിൻ്റെ മഹത്തായ ദാനമാണ്, അനുഗ്രഹിതമായ ദാനമാണ്. ഒത്തിരി ദൈവദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പോസ്തലനായി താങ്കൾ വിളിക്കപ്പെട്ടുവോ? പ്രവാചകനായി വിളിക്കപ്പെട്ടുവോ? അതുപോലെ സുവിശേഷകനായി വിളിക്കപ്പെട്ടുവോ? അതുപോലെ ഇടയനായി വിളിക്കപ്പെട്ടുവോ? ഉപദേഷ്ടാവായി വിളിക്കപ്പെട്ടുവോ? വളരെ മനോഹരമാണ് ആ വിളി, ഉജ്ജ്വലമാണ് ആ വിളി. പക്ഷേ ആ വിളിയുടെ ഉദ്ദേശമാണ് 12-13 വാക്യങ്ങളിലുള്ളത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിളിയുടെ ലക്ഷ്യം, വിളിയുടെ ഉദ്ദേശം തിരിച്ചറിയാതെ ആരും പെരുമാറാൻ പാടില്ല. അത് നാം എല്ലാവരും ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം, ക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിൻ്റെ പ്രായത്തിൻ്റെ അളവ്, യഥാസ്ഥാനത്വം പ്രാപിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് കുറേ കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രസംഗം, പ്രബോധനം, ശുശ്രൂഷ ആദിയായതെല്ലാം, പ്രൈസ് വർഷിപ്പ് അടക്കമുള്ള സഭയിലെ സകല പ്രോഗ്രാമുകളും നാം ക്രിസ്തുവിൻ്റെ പുരുഷത്വം പ്രാപിക്കാനാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അതിന് പറ്റിയത് മാത്രം ചെയ്യാൻ കഴിയണം. സുവിശേഷത്തിന് ആക്ഷേപമുണ്ടാകരുത്, സുവിശേഷം ദേശത്ത് പരുക്ക് പറ്റിപ്പോകരുത്, സുവിശേഷം ദേശത്ത് അപമാനിക്കപ്പെടാൻ പാടില്ല, സുവിശേഷം ദേശത്ത് സമവായ നിലപാടിലേക്ക് പോകാൻ പാടില്ല. സുവിശേഷം അതിൻ്റെ തനിമയോടുകൂടെ വേറിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന 5 ഔദ്യോഗിക ഉദ്യോഗസ്ഥന്മാർ. ഇതാണ് കൊലോസ്യ ലേഖനം 1:25 പറയുന്നത്. ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗം കണ്ടോ, എനിക്ക് നൽകിയ ഉദ്യോഗം. ആ ഉദ്യോഗങ്ങൾ 5 എണ്ണമാണ് അക്കമിട്ട് ഇവിടെ പറയുന്നത്. ആ 5 ദാനങ്ങൾ നൽകിയ കർത്താവിനെയാണ് നമുക്ക് 4-ാം അധ്യായത്തിൽ അനുഗ്രഹദാതാവായ ക്രിസ്തു. വിശ്വാസികളോട് ഞാനൊരു കാര്യം പറയട്ടെ, വിശ്വാസ സമൂഹത്തോട് പറയാം, നിങ്ങളുടെ ശുശ്രൂഷക വൃന്ദങ്ങളെ ക്രിസ്തുവിനെ പോലെ ആദരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ക്രിസ്തുവിന് പകരക്കാരാണ് അവർ എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങളാരും നിങ്ങളുടെ ദശാംശം കൊണ്ട്, സ്വോത്ര കാഴ്ച കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു സാധു കുടുംബമാണെന്ന വിചാരം 8ആയി മടക്കി കളഞ്ഞേക്കണം. അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ സ്വോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിലും, നിങ്ങൾ ദശാംശങ്ങളോ മനഃപൂർവ്വദാനങ്ങളോ കൊടുത്തില്ലെങ്കിലും വിളിച്ച ദൈവം അവരെ നന്നായി പ്രവർത്തിക്കോളും. നിങ്ങളുടെ സ്വോത്ര കാഴ്ച കൊണ്ട് ജീവിക്കുന്ന സാധുക്കളല്ലവർ. ചില വിശ്വാസികളുടെ പ്രാർത്ഥനയെ പോലും പറയാറുണ്ട്, കർത്താവേ ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ നിങ്ങളുടെ ദാസനല്ലത്. അറിയാതെ പോലും അങ്ങനെ ഒരു വാചകം വായി വരുത്. ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹം. നിങ്ങൾക്ക് ഏത് ദാസ വേല ചെയ്യാനാണ് അദ്ദേഹം വന്നേ? നിങ്ങളുടെ ദാസനല്ല, കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും, ദൈവത്തിൻ്റെ ദാസനെയും കുടുംബത്തെ എന്ന് പറയണം. ചില വിശ്വാസികൾക്ക് അങ്ങനെയുള്ള ബോധമൊന്നുമില്ല. ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ. ചിലരെ സംബന്ധിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. വിശ്വാസിയുടെ ദാസവേല ചെയ്യാനും ചില പുള്ളികൾ ഇറങ്ങാറുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ദൈവം തന്ന ദാനമാണ് എൻ്റെ ശുശ്രൂഷ, ഞാൻ ക്രിസ്തുവിന് പകരക്കാരനാണെന്ന ബോധ്യത്തോടുകൂടെ അതിൻ്റെ തനിമയും അതിൻ്റെ അന്തസ്സുമൊക്കെ കാത്തുകൊള്ളുന്ന വ്യക്തിക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. എത്ര കീശയിൽ കാശുള്ള പ്രമാണിയാണെങ്കിലും അവരുടെ മുമ്പിൽ ചാളങ്ങിപ്പോകാതെ നെഞ്ചുറപ്പോടെ നിൽക്കാൻ പറ്റണം. കാരണം വിളിച്ചത് പാപ്പച്ചാനും തോമാച്ചാനും കറിയാച്ചാനും പിന്നെ ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാരാരുമല്ല വിളിച്ചത് ഉടയവനായ ദൈവമാണ്. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഇടത്തോടെ നിൽക്കുന്നവരെ നടത്തുന്ന, പുലർത്തുന്ന, കാക്കയെ കൊണ്ട് പരിപാലിപ്പിക്കുന്ന മഹാദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് ഞങ്ങളുടെ ദാസനല്ല, നിങ്ങളുടെ ദാസനല്ല, ദൈവത്തിൻ്റെ ദാസനാണ്. ആ ദൈവദാസനെ കുടുംബത്തെയും സ്തോത്രം നന്നായി പരിപാലിക്കാൻ കഴിയണം. കാരണം ക്രിസ്തുവിന് പകരക്കാരായിട്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ കഴിക്കാനുണ്ടോ, കുടിക്കാനുണ്ടോ, ഉടുക്കാനുണ്ടോ? പാഴ്സനേജ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കി. മിണ്ടുന്നില്ലല്ലോ. പാഴ്സനേജ്. പല പാഴ്സനേജും പോയി കണ്ടാൽ ആ പേര് പോലെ തന്നെ പാഴാന്ന് മനസ്സിലാവും. പാഴ്സനേജ്, പാഴ. അതിനകത്ത് നിന്ന് തിരിയാൻ ഇടമില്ല. പ്രായപൂർത്തിയായ 2-3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ചില പാസ്റ്റർമാരും ആൻറ്റിമാരും ഒക്കെ അതിനകത്ത് കഴിയുന്ന പാട് ഭയങ്കരമാണ്. സംഘടനയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സംഘടനയ്ക്ക് താല്പര്യം ഇല്ലെങ്കിലും അവിടുത്തെ ഇടവകാംഗങ്ങൾക്ക് താല്പര്യം വേണം. ഞങ്ങളുടെ പാസ്റ്റർ 2-3 പെൺകുഞ്ഞുങ്ങളുമായിട്ട്, ആൺകുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കഴിയുന്ന വീടാണ്. അത് മെച്ചമാക്കണം എന്ന വിചാരം വേണം. വിശ്വാസികളുടെ വീടൊക്കെ ചെന്ന് കണ്ടാൽ അംബാനി തോറ്റുപോകും, അദാനി തോറ്റുപോകും. അതുപോലെ വമ്പൻ വീടുകളാണ്, ഭയങ്കര രമ്യകർമ്മങ്ങളാണ്. പാസ്റ്റർമാരൊക്കെ കഷ്ടപ്പെടാൻ ഇറങ്ങിയത്. നീ ഇതിൻ്റെ പണി നോക്ക്. പാസ്റ്റർമാർ കഷ്ടപ്പെടണം, സൂഹിക്കണമെന്നുള്ള ദൈവമാണ് തീരുമാനിക്കുന്നത്.
നിങ്ങൾ പാർക്കുന്നതിനേക്കാൾ മെച്ചമായി വീട്ടിൽ പാർപ്പിക്കണം നിങ്ങളുടെ ശുശ്രൂഷകന്മാരെ. ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ പോലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞതാ, അതുകൊണ്ട് കുഴപ്പമില്ല. വിശ്വാസികൾ അറിയണം, ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാ. ഒരു വാക്യം കേട്ടാൽ ഞെട്ടിപ്പോകും നിങ്ങൾ. അറിയാമോ? 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. 2 കൊരിന്ത്യർ 5:20. പകരമെന്നൊരു പ്രയോഗം അവിടെയുണ്ട്. പകരം. നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഉണ്ടോ? ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം. അപ്പോൾ ദൈവദാസന്മാർ ആർക്ക് പകരമുള്ളവരാന്ന് പറ? ക്രിസ്തുവിന് പകരമുള്ളവരാ. ക്രിസ്തു പറയേണ്ടതിന് പകരമാണ് നമ്മോട് പറയുക. ദൈവദാസന്മാരോട് ഞാൻ പറയാം, വിശ്വാസികൾ ആ ചിന്ത മറന്നു പോകരുത്. ദൈവദാസന്മാർ ആ ചിന്ത മറന്നു പോകരുത്. ദൈവദാസിമാർ ആ ചിന്ത മറന്നു പോകരുത്. ഞായറാഴ്ച മേശയുടെ പുറകെ നിൽക്കുമ്പോൾ ഒറ്റ വിചാരം മതി, നമ്മുടെ ഉൽപ്പന്നം നന്നാകാൻ ഒറ്റ ചിന്ത മതി. ഇന്ന് പകൽ ഈ സഭായോഗം നടത്തേണ്ടത് കർത്താവായിരുന്നു. കർത്താവിന് പകരം എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. ഇന്ന് കൺവെൻഷൻ പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിന് പകരം എന്നെ ആക്കിയിരിക്കുന്നു. ഇന്ന് കൺവെൻഷന് പാടേണ്ടത് കർത്താവായിരുന്നു. അതിന് പകരം പീറ്ററെ ആക്കിയിരിക്കുന്നു. അതിന് പകരം രാജേഷ് വക്കത്തെ ആക്കിയിരിക്കുന്നു. അതിന് പകരം രാഖി, അതിന് പകരം പ്രിയ മകളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന്. ഇവിടെ കീബോർഡ് വായിക്കേണ്ടത് ക്രിസ്തുവായിരുന്നു എന്ന ചിന്തയോടുകൂടെ വേണം ഓരോ വാദിത്തരങ്ങളും വായിക്കുന്നവരെ. ക്രിസ്തു ചെയ്യേണ്ടത് ക്രിസ്തുവിന് പകരം ഞാൻ ചെയ്യുന്നു. കാര്യങ്ങൾ എത്ര ഭംഗിയാവുമെന്നറിയാമോ? എത്ര പേർക്ക് മനസ്സിലായി? അവർക്ക് മാത്രമേ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുള്ളൂ. എങ്ങനെങ്കിലുമൊക്കെ ചെയ്യാനും എങ്ങനെങ്കിലും ഒപ്പിച്ച് വയ്ക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ കാരണം ഈ ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇതാര് ചെയ്യേണ്ടതാ? കർത്താവ് ചെയ്യേണ്ടതാ. കർത്താവ് ചെയ്താൽ എങ്ങനെ ചെയ്യും? ആ ബോധത്തോട് നമുക്കിത് ചെയ്യാൻ കഴിയണം. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളൊക്കെ ചെയ്യുന്നതിനകത്ത് ക്രിസ്തു ചെയ്യുന്നു എന്ന്. കർത്താവ് ചെയ്ത ഏതിനകത്ത് പിഴവുള്ളത്? ഒന്നിനും പിഴവില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അനുഗ്രഹദാതാവായ ക്രിസ്തു. 1-ാം അധ്യായത്തിൽ ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു, 2-ാം അധ്യായത്തിൽ അടിസ്ഥാനമായ ക്രിസ്തു, 3-ാം അധ്യായത്തിൽ അധിവാസം ചെയ്യുന്ന ക്രിസ്തു, 4-ാം അധ്യായത്തിൽ അനുഗ്രഹദാതാവായ ക്രിസ്തു. ഹല്ലേലൂയ. മറന്നു പോകരുത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഔന്നത്യ ചിന്തകളാണ്. 5-ാം അധ്യായത്തിലേക്ക് വന്നേ. 5-ാം അധ്യായം 2-ാം വാക്യം. അർപ്പണം ചെയ്ത ക്രിസ്തു, അർപ്പണം ചെയ്ത ക്രിസ്തു. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ചു. ആ പ്രയോഗം എനിക്കിഷ്ടമാണ്. ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ദാനമായി നൽകി. അത് യോഹന്നാൻ 3:16. ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, നമുക്ക് പരിചിതമായ വാക്യമാണ്. ആരും നശിച്ചു പോകാതിരിക്കാൻ ക്രിസ്തുവിനെ നമുക്ക് പിതാവ് നൽകി. ഓക്കെ, ഗോഡ് ദ ഫാദർ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി നമ്മെ സ്നേഹിച്ചാണ്. ആ വാക്യത്തിന് ബദലല്ല, ആ വാക്യത്തിന് സമാനമായി പൗലോസ് പറയുന്ന ചിന്ത കേട്ടോ. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടിയാകുമായി തീർന്നു. അപ്പോൾ പിതാവ് മാത്രമല്ല നമ്മെ സ്നേഹിച്ചത്, പുത്രനും നമ്മെ സ്നേഹിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പിതാവിൻ്റെ ഇഷ്ടം വല്ലവിധനെ നിവർത്തിക്കണമെന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ഉദ്ദണ്ഡത്താലോ നിർബന്ധത്താലോ പരമയാഗമായതല്ല കർത്താവ്. എഫേസ്യർ 5:2 ഭയങ്കര അനുഗ്രഹീത വാക്യമാണ്. എൻ്റെ നെഞ്ചിന് എൻ്റെ ഉൾത്തുടിപ്പ് വർദ്ധിപ്പിക്കുന്നൊരു വാക്യമാണ്. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ചു, എന്നിട്ടോ തന്നെത്താൻ വഴിപാടും യാഗവുമായി തീർന്നു. അപ്പൊ ഗത്സമനയിൽ ആരും യേശുവിനെ പിടിച്ചതല്ല, യേശു പിടികൊടുത്തത്. ആരെ തെരയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശുവിനെ തെരയുന്നു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത്. ക്രിസ്തുവിനെ പിടിച്ചു എന്നൊന്നും റോമ ഗവൺമെന്റിനോ യഹൂദ മതമേലധ്യക്ഷന്മാർക്കോ ഞാൻ യേശുവിനെ കാണിച്ചു കൊടുത്തു എന്ന് യൂദായിക്കോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. കർത്താവ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിലുണ്ടല്ലോ കർത്താവിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആ അധികാരത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഗത്സമനയിൽ പിടിക്കപ്പെട്ടതല്ല, പിടികൊടുത്തതാണ്. ഗബ്ബഥായിൽ തകർക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും. തകർക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. കണ്ടോ, പിടിച്ചു നിർത്തി തകർത്തതല്ലവര്, ഏൽപ്പിച്ചു കൊടുത്തതാണ്. പുറമടിച്ചുടപചാല് പോലെ കീറുവാൻ വേണ്ടി. ഹല്ലേലൂയ. അത് മാത്രമാണ്, തലതല്ലി പൊളിക്കുവാൻ വേണ്ടി, മുട്ടു ചുരുട്ടി മുഖത്താഞ്ഞു കുത്തി കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പി, പലവട്ടം വട്ടം നിന്നവർ മുഖത്തേക്ക് തുപ്പി. ദൈവമക്കൾ അറിയണം ഒരു കാര്യം, തുപ്പി എന്ന് പറഞ്ഞിട്ട് മുഷ്ടി ചുരുട്ടി അവർ കുത്തി അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മുഖത്ത് അടിച്ചു എന്ന് പറയുന്നു. കോവിലിനോട് ഞാനൊരു ചോദിക്കുന്നു, ആനപ്പാറക്കാരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ബഹുമാന്യ പാസ്റ്റർ സുരേഷ് സംവിധാനം ചെയ്യുന്ന ഈ മഹായോഗത്തിൽ ഗ്രൗണ്ടിൽ തടിച്ചുകൂടി വന്ന ജനാവലിയോട് ഞാൻ ചോദിക്കുന്നു, മുഖത്ത് തുപ്പിയിട്ട് അടിച്ചോ, അടിച്ചിട്ട് തുപ്പിയോ? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ ഇതുവരെ? മുഖത്ത് തുപ്പിയിട്ടാണോ അടിച്ചിട്ടാണോ തുപ്പിയത്? തുപ്പിയിട്ടടിച്ചു എന്നതാണോ ശരി? അടിച്ചിട്ട് തുപ്പി എന്നതാണോ ശരി?
നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആരോ നിങ്ങളുടെ മുഖത്ത് തുപ്പിയതുപോലെ തോന്നും. ആരും മിണ്ടുന്നതേ ഇല്ല. വേദപുസ്തകത്തിൻ്റെ വായനയിൽ നീട്ടിപ്പരത്തി വായനയുള്ളവർക്ക് മാത്രമേ മറുപടി പറയാൻ പറ്റൂ. മത്തായി സുവിശേഷം 26-ാം അധ്യായം 67-ാമത് വാക്യത്തിൽ പറയുന്നു, അവർ അവൻ്റെ മുഖത്ത് തുപ്പി അടിച്ചു. അപ്പോൾ തുപ്പിയിട്ട് അടിച്ചു എന്നാണ് പറയുക. ശരിയാണ് മത്തായി പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, മുഖത്ത് തുപ്പി വെച്ചിരിക്കുന്നു, കാർക്കിച്ച് തുപ്പി. വെറുതെ തുപ്പലല്ല, ഉമിനീര് കൊണ്ട് തുപ്പിയതല്ല, വെറുപ്പിൻ്റെ തുപ്പലാണ്. അകത്തുനിന്ന് കാഭമെടുത്ത തുപ്പുന്നത്. കൊട്ടക്കഭമ മുഖത്ത് വന്ന് പതിഞ്ഞു വഴിഞ്ഞൊഴുകുന്നുണ്ട്. ഇനി ആരെങ്കിലും അടിച്ചാൽ അടിക്കുന്നവൻ്റെ കയ്യെ പറ്റുകയല്ലേ അത്. അപ്പം പിന്നെ ആരാ അടിക്കാൻ തയ്യാറാകുക? എന്നിട്ടും അടിച്ചു എന്നാണ് വായിക്കുക. അപ്പം എന്തുകൊണ്ടടിച്ചു? കൈകൊണ്ടല്ല. അവിടെയാണ് മീഖാപ്രവചനം 5:1 മറക്കാതിരിക്കേണ്ടത്. മീഖ 5:1 പറയുന്നു, അവർ വടികൊണ്ട് ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ മുഖത്തടിച്ചു എന്നാണ് വായിക്കുക. വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. ആരെ? ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ. കണ്ടോ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അർപ്പണം ചെയ്ത ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ വിധമായിരിക്കുന്ന നിന്ദ്യമായ, നികൃഷ്ടമായ, നീചമായ, പൈശാചികമായിരിക്കുന്ന പ്രവൃത്തിദോഷങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ സ്നേഹിച്ചിട്ട്. മീഖ 5:1 ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ മൈക്ക് ഓക്കെ ആണോ? വായിച്ചേ. മീഖ കിട്ടിയോ? വായിച്ചേ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. അടുത്തത്, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ. ഇസ്രായേലിന്റെ ന്യായാധിപതി അത് വേറെ ആരുമല്ല, ഔന്നത്യമുള്ള ക്രിസ്തുവാണ്. അവർ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. വടികൊണ്ടാ അടിച്ചത്. കൈകൊണ്ടടിച്ച കയ്യെ പറ്റും. വടികൊണ്ടെന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി ചെത്തി ഒരുക്കപ്പെട്ട വടിയല്ല. അവിടെ കിടന്ന ഏതോ ഒരു മുണ്ടത്തടി എടുത്ത് താലങ്ങം വിലങ്ങം അടിച്ചു. വടികൊണ്ട് ചെകിട്ടത്തടി കൊണ്ടാലുണ്ടല്ലോ കവിളല് പൊട്ടിപ്പോകും. മനസ്സിലായോ? അണപ്പല്ല് സറ്റോടെ തകർന്നു പോകും. ആ വടിയുടെ അഗ്രമങ്ങാണ് കണ്ണിൽ കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോകും. ചെവിക്കുട തകർന്നു പോകും. ഇയർഡ്രം പൊട്ടിപ്പോകും. മാത്രമല്ല, കൈകൊണ്ട് തന്നെ കണ്ണത്തടി കൊണ്ടാൽ അല്പം കഴിയുമ്പോഴത്തേക്ക് തിണിർത്തു വീങ്ങി കരിനീലിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ വടികൊണ്ട് അടികൊണ്ടവൻ്റെ മുഖം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, മനസ്സുകൊണ്ട് വിഭാവന ചെയ്ത് നോക്കി. ആ മുഖത്തെ നോക്കിയിട്ടാണ് പ്രവാചകൻ പറയുന്നത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. അതാണ് അർപ്പണം ചെയ്ത ക്രിസ്തു. ആനപ്പാറയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, താങ്കളോട് പറയാം, ഈ യാതനയെല്ലാം യേശു സ്വയം ഏറ്റെടുത്തത് താങ്കളുടെ പാപം വരുത്തി വൈരുദ്ധ്യം മാറ്റേണ്ടതിന് വേണ്ടിയാണ്. അർപ്പണം ചെയ്ത ക്രിസ്തുവിനെയാണ് 5-ാം അധ്യായം അവതരിപ്പിക്കുക. മറന്നു പോകരുത്. ആധിപത്യമുള്ള ക്രിസ്തു, അധിവാസം ചെയ്യുന്ന ക്രിസ്തു, അടിസ്ഥാനമായ ക്രിസ്തു, അനുഗ്രഹദാതാവായ ക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പണം ചെയ്തു. ആ അർപ്പണത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിച്ച് നമുക്ക് ദാക്ഷ്യത്തോടും ധിക്കാരത്തോടും താൻ പോരുമയോടും ഒന്നും പോകാൻ പറ്റത്തില്ല. കൂടുതൽ വിനയപ്പെടാനും എളിമപ്പെടാനും പറ്റും, വിനീത വിധേയരാകാൻ പറ്റും. കണ്ടില്ലേ, നമ്മളിതൊന്നും അറിയാൻ വയ്യാതെ ഈ ദാർഢ്യം കാണിക്കുന്നത്. കർത്തൃമേശ ശുശ്രൂഷയ്ക്ക് ചില ദൈവദാസന്മാർ അപ്പമെടുത്ത് നുറുക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ശുശ്രൂഷയിൽ പരിചയമില്ലാഞ്ഞിട്ടല്ല, ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ എന്നിട്ടും കൈ വിറയ്ക്കുന്നതിൻ്റെ കാരണം എന്താ? മുഖത്തടി കൊണ്ടവനെ, പുറമടിച്ചുടവുചാല് പോലെ കയറിയവനെ, തലതല്ലി പൊളിച്ചവനെ, ആക്ഷേപം കേട്ട കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നെഞ്ചകം പിടയുന്നതാ. ശുശ്രൂഷയിൽ പരിചയമില്ലാഞ്ഞിട്ട് കൈ വിറയ്ക്കുന്ന അല്ല സുഹൃത്തെ, നെഞ്ചകം പിടയും. ഗത്സമന മുതൽ അനുഭവിച്ച പീഡനങ്ങളുടെ, യാതനങ്ങളുടെ, സഹനത്യാഗങ്ങളുടെ അവസ്ഥയോർക്കുമ്പോൾ നെഞ്ചകം പിടയും. അപ്പോഴാ കൈവിറച്ചു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൈവിറയിലൂടെ മുറിച്ചു തന്ന അപ്പനുറുക്കുകളെ വാങ്ങി ഭക്ഷിക്കുമ്പോൾ താങ്കളുടെ നെഞ്ചകത്തിനൊരു പടച്ചിലുണ്ടാകണം. ചുമ്മാ ബേക്കറി ചെന്നിട്ടൊരു ബന്നു വാങ്ങിച്ച് സ്ക്വാഷിൽ മുക്കി കഴിക്കുന്ന പോലൊന്നും അപ്പവീഞ്ഞുങ്ങൾ കഴിക്കരുത്. ഇത് കഴിക്കാനുള്ള യോഗ്യത ജയിച്ചു വരിക എന്നുള്ളതാണ്. അപ്പവും മീനും കഴിക്കാൻ ജയിച്ചു വരണം. തോറ്റവനും തുന്നം പാടിയവനൊന്നും ഇത് തിന്നാൻ പാടില്ല. ധാർഷ്ട്യവും ധിക്കാരവും ആഹന്തയുള്ളവനത് തിന്നാൻ പാടില്ല. വെറുപ്പും വിദ്വേഷമുള്ളവർക്ക് തിന്നാൻ പാടില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ അർപ്പണം ചെയ്താണ് ഇത് നമുക്ക് സാധ്യമായി. വീണ്ടെടുപ്പിൻ്റെ വഴിയൊരുക്കിയത് അങ്ങനെയാണെന്ന് തിരിച്ചറിയണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ ഒരു ചിന്ത കൂടെ ഞാൻ തരട്ടെ. അത് 6-ന്റെ 10-ാമത് വാക്യമാണ്. വായിച്ച മക്കളെ, 6-ന്റെ 10-ാമത് വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ എന്നൊരു പദം മൈക്കിനകത്തോടെ പരസ്യമായി പറഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് നീട്ടാൻ പറ്റത്തില്ല. ഒടുവിലേക്ക് വന്നേ പറ്റൂ. മെസ്സേജിൻ്റെ ഒടുവിലേക്ക് വരികയാണ്. ഒടുവിൽ, ഏറ്റവും ഒടുവിലത്തെ ചിന്തയായിട്ട് പറയുക, അമിതബലദാതാവായ ക്രിസ്തു. അമിതബലദാതാവ് കേട്ടിട്ടൊരു സ്വോത്രം പോലും പറഞ്ഞില്ലല്ലോ. അമിതബലം നമുക്ക് നൽകുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ പറഞ്ഞത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അമിതബലം?
പാട്ടുപാടുമ്പോൾ അന്യഭാഷ പറയാൻ മാത്രം പോരാ അമിതബലം. മനസ്സിലാകുന്നുണ്ടോ? അമിതബലത്തിൻ്റെ പ്രാപണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ കാലഘട്ടത്തിൻ്റെ വൈതരണികളെ അതിജീവിക്കുവാനാ, ഈ കാലഘട്ടത്തിൻ്റെ പോരുകളെ അതിജീവിക്കുവാനാ, കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനാ. വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അടങ്ങെന്ന് പറയാനുള്ള ആ ശക്തിയാണ് അമിതബലം. കർത്താവ് ദ മൈറ്റി പവർ. 1-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം 20-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. 19-ാം വാക്യം. 20-ാം വാക്യം ദ റിസറക്ഷൻ പവറാണ്. ഇവിടെ 6:10 പറയുന്നത് ദ മൈറ്റി പവറാണ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള വാക്യങ്ങൾ 11, 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ധകാര ശക്തിയോട് പടപൊരുതുവാൻ. മനസ്സിലായോ? ദേശത്തിൻ്റെ ആധിപത്യ വ്യവസ്ഥിതിയോട് ആനപ്പാറ എൻ്റേതാണ്, വെള്ളറുടെ എൻ്റേതാണ്, കോവിലൂർ എൻ്റേതാണെന്ന് അവകാശം പറയുന്ന ചില ദുഷ്ട വ്യാപാര ദേശാധിപതികളുണ്ട്. മുൻപോട്ട് വിടത്തില്ല. ശുശ്രൂഷ ഇത്രയും കാലം മതി, ഇനി നീ കൺവെൻഷൻ നടത്തത്തില്ല, ഇനി നീ പ്രസംഗിക്കത്തില്ല, ഇനി നീ പാടത്തില്ല, ഇനി നീ ആരാധനയെന്നും പറഞ്ഞ് പോകത്തില്ല, നിർത്തുകയാ, ഇതോടെ നീ അവസാനിക്കാൻ പോവുക എന്ന് കാതോരം പറഞ്ഞ് നമ്മളെ ഒതുക്കി ഒടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയുടെ നേരെ വിരൽ ചൂണ്ടാൻ നമുക്ക് സഹായകമാകുന്നതാണ് ഈ അമിതബലം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അമിതബലത്തിൻ്റെ താളമുള്ളൊരു പാട്ട് പാടുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ മാത്രമല്ല, ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതാൻ കഴിയുന്ന, ദുർമന്ത്രവാദ ശക്തിയെ കൂടോടെ പൊട്ടിച്ച് തകർക്കാൻ കഴിയുന്ന, ആവാഹിച്ചു വിട്ട ദുഷ്ടശക്തിയെ മടക്കി വിടാൻ കഴിയുന്ന, അന്ധകാരത്തിൻ്റെ പോരുകളോട്, കാലപ്പഴക്കമുള്ള ചില അവകാശ ശക്തികളോട്, അവകാശം പറയുന്ന ചില ദുഷ്ടശക്തിയോട് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങെന്ന് പറയാനുള്ളതാണ് ഈ ആത്യന്ത ശക്തിയുടെ വ്യാപാരം. അത് വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. രോഗമായിട്ട്, പലവിധത്തിലുള്ള വ്യാധികളായി, ശാപമായി, കുടുംബത്തിനകത്തൊന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധം, കുടുംബത്തിനകത്തൊന്ന് ഇറങ്ങത്തില്ലെന്ന് വാദിച്ച് നിൽക്കുന്ന ചില പോരുകൾ, കാലപ്പഴക്കമുള്ള ചില അരാജകത്വങ്ങൾക്ക് ഒരു എഴുന്നേറ്റമില്ലാത്ത വിധം നിന്നെ ഒടുക്കിക്കളയുന്ന, നിന്നെ കിടത്തിക്കളയുന്ന, എത്ര സമ്പാദിച്ചാലും ഒന്നിനും ഉപകരിക്കാൻ പറ്റാത്ത വിധം നിന്നെ വല്ലാതെ പൂഴ്ത്തിക്കളയുന്ന, നിന്നെ ഉൾവലിഞ്ഞു പോകത്തക്ക നിലയിലേക്ക് ആക്കി മാറ്റുന്ന ചില പോരിൻ്റെ ശക്തികളില്ലേ? ഒരു കാലത്ത് പ്രാപിച്ച കൃപകൾ ജ്വലിക്കുന്ന നിലയിലായിരുന്നു, ഇന്നതില്ല. വെളിപ്പാടുകൾ കാണുന്നില്ല, ദർശനങ്ങൾ കാണുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങലുണ്ട്. എൻ്റെ കർത്താവേ, ആ കൃപയിലേക്ക് എന്നെ ഒന്ന് നടത്തണമേ എന്ന്. പക്ഷെ നടക്കുന്നില്ല. നിന്റെ ശുശ്രൂഷ കെട്ടിവെച്ചിട്ട് നിന്റെ ദർശനത്തിൻ്റെ അനുഭവത്തെ ഇല്ലാതെയാക്കി, നിന്നെ വെറും ഒരു മരപ്പാവ പോലെ ആക്കി വെച്ച് ദുഷ്ടശക്തി ഇന്ന് രാത്രി പടിയിറങ്ങാൻ പ്രാപിക്കേണ്ട ശക്തിയാണ് അമിതബലത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ദേശത്തോട് ദൈവത്തിനൊരു വ്യവഹാരമുണ്ട് കേട്ടോ. ദൈവം ദേശത്തിൻ്റെ നേരെ കേസ് എടുക്കാൻ പോവുകയാണ്. ദൈവപരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, സത്യമില്ല, ധർമ്മമില്ല, നീതിയില്ല, ന്യായമില്ലാത്തത് കൊണ്ട് ദേശത്തിൻ്റെ നേരെ ദൈവത്തിനൊരു വ്യവഹാരമുണ്ട്. പക്ഷേ ആ വ്യവഹാരം ദൈവം ചെയ്തെടുക്കണമെങ്കിൽ ദൈവമക്കൾ തൻ്റെ ശക്തിയെ അമിതമായി പ്രാപിച്ചെടുത്തേ പറ്റുകയുള്ളൂ. ഈ ദിവസങ്ങൾ ഇരുന്നൊന്ന് പ്രാപിക്കണം. ഈ കൺവെൻഷനിൽ വന്നിട്ട് പ്രസംഗം കേട്ട് കൊള്ളാമായിരുന്നു, പാട്ട് കൊള്ളാമായിരുന്നു, വെറുതെ താളമടിച്ച് പോയ പോരാ. പകരം ഈ ശക്തിയെ ഈ വെളിമ്പ്രദേശത്ത് വെച്ച് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശക്തിയല്ല, ഒരു പുത്തൻ ശക്തിയിലേക്ക് എന്നെ നടത്തണമേ. വെളിപ്പാടിന്റെ ജീവിതത്തിലേക്ക്, ദർശനത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാം, താങ്കൾ ഇന്നുവരെ ചെയ്ത പ്രസംഗമല്ല നല്ലത്, ഇനി ചെയ്യാനിരിക്കുന്ന പ്രസംഗമാണ്. ഇനി ചെയ്യാനിരിക്കുന്ന പ്രസംഗമാണ് ഏറ്റവും നല്ലതായി വരാൻ പോകുന്നത്. ഇതുവരെ ചെയ്തത് നല്ലതാ, പക്ഷെ അതിലും മികച്ചത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനൊരു അമിതബലത്തിൻ്റെ വ്യാപാരം. പ്രൈസ് ദ ലോർഡ്. തലമുറയെ ദൈവം അനുഗ്രഹിച്ച് ശ്രേഷ്ഠമാക്കാൻ അമിതബലത്തിൻ്റെ വ്യാപാരം. മമ്മിയും പപ്പയും ATM കാർഡ് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമിതബലത്തെക്കുറിച്ച് കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടോ? ബാംഗ്ലൂർ, പൂനെയിലോ, താനെയിലോ, മുംബൈയിലോ, കൊൽക്കത്തയിലോ, ദില്ലിയിലോ, വിശാഖപട്ടണത്തോ, വിജയവാഡയിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞിനെ അമിതബലത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോന്ന്? അമിതബലം പ്രാപിക്കാനായിട്ട് കുഞ്ഞിനെ നിയോഗിച്ചു കൊടുത്തിട്ടുണ്ടോ? കാത്തിരിപ്പ് യോഗങ്ങളുണ്ടോ ദൈവസഭയ്ക്കകത്ത്? ബംഗളുടെ തീരമണഞ്ഞ് നമ്മുടെ പിതാക്കന്മാർ നടത്തിയിരുന്ന സഭയ്ക്കകത്ത് കാത്തിരിപ്പ് യോഗം എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ യോഗം നടക്കുമ്പോൾ തലമുറകൾ മുഴുവനും ആത്മനിറവ് പ്രാപിക്കുന്നത് ഞാനടക്കം എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ 6ലും 7ലും 5ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കാത്തിരിപ്പ് യോഗത്തിനെ സംബന്ധിക്കണം. ഇരിക്കുന്ന ഞങ്ങളുടെ മേൽ തലയിൽ കൈവച്ച് പിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, പന്ത് തെറിക്കുന്ന പോലെ തെറിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ ദൈവസഭയ്ക്ക് കൈമോശം വന്നു. ഇന്ന് ആർഭാടത്തിൻ്റെ മീറ്റിങ്ങുകൾ, ക്രൂസൈഡ്, സെമിനാർ, അത് ഇതൊക്കെ നമ്മൾ നടത്തുമ്പോഴും ആത്മശക്തി പ്രാപിക്കുവാനുള്ള കാത്തിരിപ്പ് യോഗങ്ങൾ നമുക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയതിലേക്ക് ഒരു മടക്കയാത്ര വേണം.
ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? കർത്താവ് ആരാന്നറിയാമോ? അമിത ബലം പകരുന്നവന്. അമിത ബലത്തിന്റെ ശക്തി ആഗ്രഹിക്കുന്നവര് ബുക്കും പുസ്തകമെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് അല്പസമയം ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. ആ കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചു തുടങ്ങിക്കേ. പാട്ട് പിന്നാലെ വരും. പാട്ടിന്റെ അകമ്പടി ഇല്ലാതെ, പാട്ടിന്റെ രണ്ടാം റൗണ്ടിന് കാത്തു നിൽക്കാതെ ഇന്ന് രാത്രി ഈ അമിതബലം തരുന്ന കർത്താവിനോട് പറ, എൻ്റെ മേൽ ഈ അമിതബലം ഒന്ന് പകരണമേ. എൻ്റെ വീടിനകത്തെ ചില ശോച്യാവസ്ഥകൾ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ചില കെടുകാര്യസ്ഥതകൾ, എൻ്റെ ശുശ്രൂഷയുടെ ചില പരാജയങ്ങൾ, മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം എന്നെ എൻ്റെ ഭാഷ തടസ്സപ്പെടുത്തുന്ന, എൻ്റെ ചിന്തകൾക്ക് വല്ലാതെ തടസ്സമിടുന്ന, എൻ്റെ ഓർമ്മ മണ്ഡലത്തെ വല്ലാതെ ബാധിച്ചു നിൽക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളോട് എനിക്കൊരു പോരാട്ടമുണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ മേൽ ഞാൻ ജയമെടുക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ശാക്തമായി ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഈ ഗ്രൗണ്ടിനകത്ത് ദൈവശക്തി പടർന്നിറങ്ങട്ടെ, പകർന്ന് കത്തട്ടെ ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ആത്മനിറവിന്റെ വ്യാപാരം എല്ലാവിധമായിരിക്കും. ദോഷവശങ്ങളുടെ വഴിത്താരകൾ വിട്ട് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നമ്മുടെ തലമുറകൾ ഇന്ന് രാത്രി ഓടി അടുക്കട്ടെ. ചില ചെയ്ത ദോഷങ്ങൾ, ചില ആവാഹന ശക്തികൾ, ചില സങ്കല്പമൂർത്തികൾ പറഞ്ഞു വിട്ട് ചെയ്തു കൂട്ടിയ പേര് പറഞ്ഞ് നിന്റെ തകർച്ച കാണാൻ, നിന്റെ പതർച്ച കാണാൻ, നിന്റെ വീട്ടുമുറ്റത്ത് ആലമുറയിട്ട് ആളുകൾ ഓടിക്കൂടി ആകപ്പാടെ ഒരു പരസ്യ കോലമായി നീ മാറാൻ ചെയ്തു വച്ചിരിക്കുന്ന സകല ദോഷങ്ങളെ കേട്ടുകൾ ഇന്ന് രാത്രി എന്റെ കർത്താവ് പൊട്ടിച്ചു മാറ്റുകയാണ്. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. ആ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൈയൊപ്പ് പതിപ്പിക്കുകയാണ്. ആധിപത്യം വഹിക്കുന്ന ക്രിസ്തു സകലതും അവന്റെ കാൽ കീഴെയാണെന്ന്